ഇപ്പോൾ ഞാൻ ലൈവ് ഫോറക്സ് അത്ര ചെയ്യാറില്ല. ഓക്കെ. ബിക്കോസ് ഓഫ് കൂടുതലും പ്രോ പ്രോഫേംസിലാണ് ഫേംസ് ആണ് ഞാൻ ചെയ്യുന്നത്. ടാർഗറ്റ് ചെയ്യുന്നത്. ബിക്കോസ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കറന്റ്ലി. സോ പ്രോ ഫേംസ് എടുത്തു കഴിഞ്ഞാൽ ആദ്യം ബേസിക്സ് പഠിക്കുക. എന്നെ ചോദിച്ചാൽ ഞാൻ കുറേ ഇപ്പോൾ എൻ്റെ വിഷമം എന്താണെന്നറിയോ? ഓപ്പണായി പറഞ്ഞാൽ ഞാൻ ഒരു നല്ല മെന്ററെ ചൂസ് ചെയ്തില്ല എന്ന്. അതേ ലൈവ് അക്കൗണ്ടിൽ അത് ഒരു 10x ഓർ 50x ആയിരിക്കും. ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. ചിലപ്പോൾ എക്സ്ട്രീം ആയിരിക്കും. സോ പക്ഷെ അത് സ്ലോലി ബിൽഡ് ആവും. പിന്നെ ഇതിനാണ് ഞാൻ പറഞ്ഞ ഒരു മെന്ററോ സപ്പോർട്ടോ ഉണ്ടെങ്കിൽ യു ക്യാൻ ടോക്ക് ടു ദം. ഇപ്പോൾ ഇതേ എനിക്ക് SL അടിച്ച് കഴിഞ്ഞാൽ എനിക്ക് വിഷമമായി എൻ്റെ പാരൻസിൻ്റെ അടുത്ത് ഒന്നും അവർ പറഞ്ഞ് മനസ്സിലാകില്ല, എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. ഐ ഹാവ് എ ഡോഗ്, ഹി വിൽ അണ്ടർസ്റ്റാൻഡ്. ഇതിപ്പോ എൻ്റെ കേസിൽ എങ്ങനെ അറിയോ, ഞാൻ ബാംഗ്ലൂർ പഠിച്ചിരുന്നത്. അപ്പോൾ ബാംഗ്ലൂർ വർക്ക് ചെയ്ത എനിക്ക് ആദ്യത്തെ MBA ഞാൻ ചെയ്ത സമയത്ത് 2017-18 ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അവിടെ നിന്നൊരു ഇന്റേൺഷിപ്പ് കിട്ടി. കോളേജിൽ നിന്ന് തന്നെ പ്ലേസ്ഡ് ആയിട്ട് ചെറിയ പൈസ. അപ്പോൾ അന്ന് ഒരു 12,000-13,000 രൂപയാണ് എൻ്റെ സാലറി. ഇന്ത്യയിലെ തന്നെ ബെസ്റ്റ് ട്രേഡേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പോഡ്കാസ്റ്റ് സീരീസിൻ്റെ ഫസ്റ്റ് എപ്പിസോഡാണിത്. അപ്പോൾ ഇന്ന് ഫോറക്സ് ട്രേഡിങ്ങിൽ 1 മില്യണോളം ഫണ്ടിങ് ലഭിച്ചിട്ടുള്ള 80,000 എബോവ് പേ ഔട്ട്സ് ഫണ്ടിങ് ബിപ്സ് എടുത്തിട്ടുള്ള ഒരു ഫോറക്സ് ട്രേഡറാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം അനന്തൻ FX. വെൽക്കം ടു ദ പോഡ്കാസ്റ്റ് ബ്രോ. താങ്ക് യു സോ മച്ച് വിഷ്ണു. ഇറ്റ്സ് ഗ്രേറ്റ് ടു ബി ഹിയർ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ചോദിക്കാനുള്ളത്, പുതിയതായിട്ട് ഫോറക്സ് ട്രേഡിങ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുന്ന ആൾക്കാരുണ്ട്, അല്ലാതെ എൻക്വയറീസ് നടക്കുന്ന ആൾക്കാരുണ്ട്. എങ്ങനെ നമുക്ക് ഫോറക്സിൽ അപ്രോച്ച് ചെയ്യാം, എങ്ങനെ നമുക്ക് ഫോറക്സിൽ ട്രേഡിംഗ് ജേണി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം? ഓക്കെ. സോ ഇപ്പോൾ ഞാൻ ലൈവ് ഫോറക്സ് അത്ര ചെയ്യാറില്ല. കൂടുതലും ഫേംസ് ആണ് ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത്. ബിക്കോസ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കറന്റ്ലി. സോ ഫേംസ് എടുത്തു കഴിഞ്ഞാൽ ആദ്യം ബേസിക്സ് പഠിക്കുക. എന്നെ ചോദിച്ചാൽ ഞാൻ കുറേ ഇപ്പോൾ എൻ്റെ വിഷമം എന്താണെന്നറിയോ? ഓപ്പണായി പറഞ്ഞാൽ ഞാൻ ഒരു നല്ല മെന്ററെ ചൂസ് ചെയ്തില്ല എന്ന്. ലൈക്ക് ആ സംഭവം എനിക്ക് ഇപ്പോഴും ചില വിഷമമുണ്ട്. ഇപ്പോഴും എനിക്ക് ചിലപ്പോൾ തോന്നുന്നു എനിക്കൊരു മെന്റർ കിട്ടിയിട്ടുണ്ടെങ്കിൽ മേ ബി ഐ ക്യാൻ ഡു ബെറ്റർ. സോ ഈ 20-30 അക്കൗണ്ട്സ് ആൻഡ് 2-3 മന്ത്സ് ഈ ടൈം ലൈൻ എനിക്കൊരു മെന്റർ ഹൂ ഹാസ് ഓൾറെഡി ഡൺ ദ മാർക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്കത് ബെറ്റർ ആയിരുന്നു തോന്നിയ കാലം കുറേ ഉണ്ട്. മേ ബി ഞാൻ ഇത്രയും മിസ്റ്റേക്സ് ചെയ്തിട്ടുണ്ടാവില്ല, ഇത്രയും പേഴ്സണൽ പെയിൻ പോയിട്ടുണ്ടാവില്ല. ഞാൻ കുറച്ചും കൂടെ ബെറ്റർ ട്രേഡർ ആദ്യം ആളുണ്ടായിരുന്നു. സോ ഫസ്റ്റ് ഐ വുഡ് റെക്കമെൻഡ് ഫൈൻഡ് എ മെന്റർ. ലൈക്ക് ബേസിക്സ് പഠിക്കാനും അഡ്വാൻസ് പഠിക്കാനും someone who has similar lifestyle or similar trading style or similar aspects towards you. എന്തെങ്കിലും ഒരു സിമിലാരിറ്റി വേണം. സോ ചില മെന്റേഴ്സ് സെറ്റ് ആവില്ല, ചില മെന്റേഴ്സ് ദേ മൈറ്റ് ഡു ഗുഡ് ടുഗെദർ. സോ ആദ്യം മെന്റർ കണ്ടുപിടിക്കാൻ നോക്കുക. ഇഫ് നോട്ട് വാട്ട് യു ക്യാൻ ഡു, ഐ എം എ സെൽഫ് ലേൺ ട്രേഡർ. സോ എങ്ങനെ പഠിക്കുന്ന പറഞ്ഞാൽ ബേസിക്സ് ദർ ഇസ് സംതിങ് കോൾഡ് ബേബി പിപ്സ്. അതെൻ്റെ ഫേവറേറ്റ് വെബ്സൈറ്റ് ആണ് പഠിക്കാൻ. ബേസിക്സ് എല്ലാ ബേസിക്സും അവർ ചെറിയ കുട്ടികൾക്ക് പഠിക്കുന്ന പോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഫോറക്സ് പറഞ്ഞാൽ എന്താണ്, പിപ്സ് വെച്ചാൽ എന്താണ്, ലെവറേജ് വെച്ചാൽ എന്താണ്, ഇതിലൊക്കെ ബേസിക്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ സമൺ ഇഫ് യു ആർ ഡൂയിങ് മെന്റർഷിപ്പ് ഓൾസോ ബേസിക്സ് തന്നെ പഠിച്ചിട്ട് പോയാൽ ദ മെന്റർ മൈറ്റ് ബി ഇംപ്രസ്ഡ് ഓൾസോ. ലൈക്ക് ഇവർ ഇൻട്രസ്റ്റ് ഇല്ല, ഇവർക്ക് ബേസിക് അറിയാം, അപ്പോൾ നമ്മൾക്ക് അത്രയും പ്രശ്നമില്ല. സോ ദാറ്റ് ക്യാൻ ഗോ വെൽ. ബേബി പിപ്സ് ഇസ് ദ ഫസ്റ്റ് പ്ലേസ് ഐ വുഡ് റെക്കമെൻഡ്. പിന്നെ ഫണ്ടമെന്റൽസ്. ഓക്കെ, ദെൻ കംസ് ബേസിക്സ് പഠിച്ചു കഴിഞ്ഞു, പിന്നെ ഫണ്ടമെന്റൽസ്. സോ മാർക്കറ്റ് എന്തുകൊണ്ട് മൂവാന്ന് പറഞ്ഞാൽ ലൈക്ക് വേൾഡ് എങ്ങനെ ലൈക്ക് ട്രേഡ് ചെയ്യണു, വേൾഡ് എന്താ ഹാപ്പനിങ്, അത് ബേസ്ഡ് ആണ് മാർക്കറ്റ് മൂവ് ആകുക. സോ ഫണ്ടമെന്റൽസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദാറ്റ്സ് കോൾഡ് ഫണ്ടമെന്റൽ ട്രേഡിംഗ്. ചില പേര് വെറും ഫണ്ടമെന്റൽസ് വെച്ചിട്ട് മാത്രം ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, വിച്ച് ഐ റിയലി അപ്രീഷിയേറ്റ്. അവർ വെറും ലൈക്ക് ദേ വിൽ മോസ്റ്റ്ലി കോൺസെൻട്രേറ്റ് ആൻഡ് predict what will happen. So for an example, something is happening in US. So ഒരു പുതിയ ഇവന്റ് വരുന്നത്, they will get insights, data. CPI, NFP ഒക്കെ വരുന്നത് അവര് they won't trade like randomly. അവർക്ക് ഡേറ്റ ഉണ്ടാവും, ഇതുകൊണ്ടാണ് ഞാൻ ട്രേഡ് എടുക്കുക, ഇതുകൊണ്ട് മൂവാണ്. Okay, their stop loss and everything will be their risking, not knowing SMC ICT പോലെ ആയിരിക്കില്ല. Okay, then comes technical. This is where chart analysis, all the technical aspect comes in. So ഇതും ഗ്രൂപ്പ് ഓഫ് ട്രേഡേഴ്സ്, ഇവർ വന്ന് ഫണ്ടമെന്റൽ നോക്കുകയില്ല. സോ ഇവർ ടെക്നിക്കലി എങ്ങനെ നോക്കുക, അങ്ങനെ they will proceed. So ideally ഇത് മൂന്നും മാസ്റ്റർ ചെയ്യുന്ന ആളാണ് will do good, പ്രോപ്പർ ട്രേഡർ. എനിക്ക് ടെക്നിക്കലും ഇഷ്ടമാണ്, ഫണ്ടമെന്റലും ഞാൻ നോക്കും, ബേസിക്സും പണ്ട് നോക്കിയ കാരണമാണ് ഇവിടെ ഇരിക്കുന്നത്. സോ ഞാൻ ഫണ്ടമെന്റൽ ടെക്നിക്കലും ബോത്ത് നോക്കും. എനിക്ക് ചില ദിവസം വല്ലാത്ത ഇഷ്യൂ ലൈക്ക് വല്ലാത്ത ന്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ട്രേഡ് എടുക്കില്ല. അത് എൻ്റെ പേഴ്സണലി ആയിട്ട് ഞാൻ ഒരു ഡിസിഷൻ എടുത്തതാണ്. ബ്രോ പറയൂ, എങ്ങനെയാണ് ബ്രോ ട്രേഡിങ്ങിലോട്ട് വന്നത്, എങ്ങനെയാണ് ഫോറക്സ് ചൂസ് ചെയ്തത്? ട്രേഡിംഗ്
കുറച്ച് കാലമായി. ഇത് നേരെ പറയുകയാണെങ്കിൽ പണ്ട് കോളേജ് ടൈമിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ ഓൺലൈനിൽ ഏതോ ലിങ്ക് ക്ലിക്ക് ചെയ്തു. ഒരു പുള്ളിക്കാരൻ സമ്മൺ ഫ്രം ശ്രീലങ്ക കോൺടാക്റ്റഡ് മീ. വിളിച്ചിട്ട് ഒരു ശ്രീലങ്കൻ തമിഴിൽ സംസാരിച്ചു. ഇങ്ങനെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്, ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ പണ്ടത്തെ മിനിമം ഡെപ്പോസിറ്റ് $100 ആയിരുന്നു. ഐ തിങ്ക് ഇറ്റ് വാസ് അറൗണ്ട് 5,000. അപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്തു. ആദ്യം ചാർട്ട്സ് ഒന്നുമില്ല, ചുമ്മാ ഒരു 4-5 നമ്പേഴ്സ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറൻസി നിങ്ങൾ ചൂസ് ചെയ്തിട്ട് ബൈ ഓർ സെൽ എടുക്കാൻ പറഞ്ഞു. ഞാൻ എടുത്തു. അടുത്ത ദിവസം അതൊരു ലൈക്ക് ഓൾമോസ്റ്റ് 3,000 പ്രോഫിറ്റ് ആയിരുന്നു. ലൈക്ക് $100 ഓൾമോസ്റ്റ് $50 പ്രോഫിറ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വർക്കൗട്ട് ആകുന്നുണ്ട്. ഞാൻ വിഡ്രോൾ ചെയ്തില്ല, വർക്കൗട്ട് ആകുന്നത് വിചാരിച്ച് ഞാൻ പിന്നെ 2 ദിവസം കണ്ടിന്യൂ ചെയ്തു. പക്ഷേ അത് പോയി കിട്ടി. പിന്നെ കുറച്ചിങ്ങനെ കുറേ മേ ബി 1 ഇയർ ഒന്നും പഠിക്കാൻ എവിടെയും റിസോഴ്സസ് ഇല്ല, വെറുതെ റാൻഡം ആയിട്ട് ചെയ്യേണ്ടത്. ഇറ്റ്സ് അറൗണ്ട് 2014. ഒന്നും റിസോഴ്സസ് ഒന്നുമില്ല. ഈ ബ്രോക്കർ വന്ന് ഈസ് ലൈക്ക് മിഡിൽ മാൻ പോലെയല്ല, ആൾക്കാർ ചേർത്താനായിട്ട്. ഹി ഡസന്റ് നോ ടു ട്രേഡ് ഓൾസോ. ചുമ്മാ പ്ലാറ്റ്ഫോം പറയും, ട്രേഡ് എടുക്കും. കമ്പനിയുടെ പേര് ഐ തിങ്ക് i4x ഓർ സംതിങ്, പക്ഷെ എനിക്ക് ഓർമ്മയില്ല, അത് കുറേ കാലമായി. പിന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കുറേ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞു. കോളേജിൽ നിന്ന് ഒരു ഫ്രണ്ട് ജോയിൻ ചെയ്തു. പിന്നെ ഞങ്ങൾ എന്തൊക്കെയോ ചെയ്ത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത്. അപ്പോൾ $5,000 വലിയ കാര്യമായിരുന്നു. ഇറ്റ്സ് ലൈക്ക് ബിഗ് മണി. എൻ്റെ വീട്ടിൽ എനിക്ക് ദിവസം തരുന്നത് $50-100. സോ ഒരു മാസം ചേർത്തി വെച്ച് എടുത്താൽ ഐ ക്യാൻ മേക്ക് 1.5 മാസം ഒരു ഡെപ്പോസിറ്റ് ആക്കാൻ. പിന്നെ ഓൺലൈനിൽ 2-3 പേര് ഇങ്ങനെ നിങ്ങൾ പൈസ തരും, നിങ്ങൾ ഫണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ലൈക്ക് എടുക്കുക, $100 നിങ്ങൾ $1,000 $2,000 ആക്കാൻ പറഞ്ഞു. സോ ഞങ്ങൾ ഒരു 2 പ്രാവശ്യം അക്കൗണ്ട് ഇട്ട് കൊടുത്തു. അത് വേറെ 2 ദിവസത്തിൽ അവരിങ്ങനെ വാഷ് ഔട്ട് ആക്കി തന്നു. പിന്നെ ഇത് നമ്മൾ എന്തോ സ്കാമാണ്, സെറ്റായില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ കംപ്ലീറ്റ്ലി വിട്ടു. പിന്നെ ഐ സ്റ്റാർട്ടഡ് വർക്കിംഗ്. എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. ഐ ഗോട്ട് ഇൻ ടു എ ജോബ്. ജോബ് വാസ് ഫൈൻ, ഗോയിങ് ഗുഡ്. പക്ഷേ പിന്നെയും എനിക്ക് ഫോറക്സിന് മുകളിൽ താല്പര്യം ഉണ്ടായിരുന്നു, ലൈക്ക് ട്രേഡിങ്ങിന് മുകളിൽ താല്പര്യം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഫ്യൂ ഓപ്ഷൻസ് നോക്കി. പിന്നെയും ഒരു ബ്രോക്കറിനെ കണ്ടുപിടിച്ചു. ഞാൻ $200 $100 ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ കുറച്ചും കൂടെ ചാർട്ട് നോക്കാൻ പഠിച്ചു, കറൻസി എന്താണെന്ന് പഠിച്ചു. ഇതൊക്കെ ഇത് 2000 അറൗണ്ട് 16-17 ചാർട്ട് നോക്കാൻ 2 വർഷം എടുത്തു ഈ ഒരു അല്ലേ. പിന്നെ വീണ്ടും 2010 പ്രോബ്ലി കോളേജ് ഗ്രാജുവേറ്റ് ആയി, ജോലി കിട്ടി. എനിക്കായിട്ട് പൈസ കിട്ടാൻ ടൈമിൽ ഐ വാസ് ലുക്കിംഗ് അറ്റ് അതർ ഓപ്ഷൻ. സോ കിട്ടി കഴിഞ്ഞിട്ട് ആ $100 അടുത്ത 2 ദിവസത്തിൽ 300 ആക്കി. പിന്നെ ഐ ഹാഡ് എ വെരി ഗുഡ് മന്ത്. ആസ് എ ബിഗിനർ എല്ലാവരും ചെയ്യുന്ന പോലെ പെട്ടെന്ന് പൈസ. എനിക്ക് നോ ഗൈഡൻസ് ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. എന്റെ ഫ്രണ്ട് ചെയ്യണ്ടായിരുന്നു, അത്ര തന്നെ. പക്ഷെ അവനും ഹി വാസ് നോട്ട് വെരി ഗുഡ് അറ്റ് ഇറ്റ്. ദെൻ I had a very good month. I didn't face any loss. Every day I just traded sessions എന്ന് പറഞ്ഞാൽ അപ്പോൾ സെഷൻസ് എനിക്ക് എന്തായാലും പോലും അറിയില്ല. ഇന്ന് കറൻസി താഴ്ത്തു വീണു, നാളെ മുകളിൽ പോവും, ഞാൻ ബൈ എടുക്കും. റാൻഡംലി അല്ല, എൻ്റെ ഒരു വിചാരം ഇങ്ങനെ ആകും, ഇങ്ങനെ പ്രെഡിക്റ്റ്. സോ ഓൾമോസ്റ്റ് $100-200 I made it up to some $15,000-16,000. It was big money. Like my annual salary was some 4 or 5 lakhs at that time. ഇത് ഞാൻ 1.5 മാസത്തിൽ ഞാൻ ഉണ്ടാക്കി ഓൾമോസ്റ്റ് $15,000-16,000 from $200 or $100. ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇനി ലൈക്ക് എവറി ഡേ യു വിൽ ഗെറ്റ് ലൈവ് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ്. ഇത് എൻ്റെ അടുത്ത് ഇപ്പോഴും ഉണ്ട്. ലൈക്ക് ജസ്റ്റ് ടു സീ വെനെവർ ഐ ഡൗട്ട് മൈ സെൽഫ്, യു ആർ ഏബിൾ ടു ഡു ദിസ് ഇസ് നോട്ട് പ്യുവർ ലക്ക്. ഒരു ദിവസം ലക്കിയാ, ബട്ട് നോട്ട് 15 days. ഓക്കെ. പിന്നെ ഒരു മണ്ടത്തരായി, ലൈക്ക് ദർ വാസ് സം ബിഗ് എലക്ഷൻ ഓർ വാട്ട് എവർ ഗോയിങ് ഓൺ. ഞാൻ ഒരു ട്രേഡ് പ്ലേസ് ചെയ്യണ്ടായിരുന്നു. സോ മൈ സ്ട്രാറ്റജി വാസ് നോട്ട് ടു പ്ലേസ് സ്റ്റോപ്പ് ലോസ് അറ്റ് ദാറ്റ് ടൈം. ഐ വിൽ റിസ്ക് ഓൾമോസ്റ്റ് ലൈക്ക് ഹാഫ് ഓഫ് വാട്ട് എവർ. ഞാൻ ട്രേഡ് എടുത്തിട്ട് ഞാൻ ഉറങ്ങി, രാവിലെ എണീക്കണു, അക്കൗണ്ട് ഇസ് അറ്റ് 0. നോക്കിക്കഴിഞ്ഞാൽ ഒരു വലിയ ന്യൂസ് ഇവന്റ് ആയിരുന്നു. ലൈക്ക് ബിക്കോസ് ട്രംപ് അല്ല, സം അതർ ബിഗ് പേഴ്സൺ ഫ്രം US ലൈക്ക് മാർക്കറ്റ് ബോയ്. സോ losing $15,000 was very bad. Then I completely left Forex. Like ഞാൻ trade ചെയ്തില്ല. I was concentrating on my career. I was doing good. I was working with good firm and I'm a lead QA engineer. So whatever I was doing, I felt I'm good at it. And I personally love games a lot. So in the career I chose to be in gaming. So I worked with almost good gaming companies. So career I was concentrating and I was trying to like build that. പിന്നെ ഇടയ്ക്ക് ഐ ഹാഡ് എ കരിയർ, ലൈക്ക് ഐ ഹാഡ് സം ഫ്യൂ ഇഷ്യൂസ്. ഐ ലോസ്റ്റ് മൈ ജോബ്. സോ ഐ വാസ് ലൈക്ക് ലുക്കിംഗ് അറ്റ് അതർ ഓപ്പർച്യൂണിറ്റീസ്. പിന്നെ ദർ ഇസ് ദിസ് അനദർ ഫ്രണ്ട് ഹു സ്റ്റഡീഡ് വിത്ത് മീ ഇൻ കോളേജ്, ബട്ട് ഹി ഡസന്റ് നോ ട്രേഡിംഗ്. He came up to me, he's like, hey Anand, I remember something I saw you doing trading at college, like do you have any idea? I like no, but I will be interested because it's about money. And he sent me a link for FTMO. So FTMO, the challenges were $500. And I didn't know anything. I was learning and stuff. And
he had already bought an account and he lost something. Then again he bought an account and he was not doing. And we started discussing trades, and FTM was not available in India so far. Okay. And we were discussing trades and he was doing it. No success. Second account busted, and it was $550. It's not like less money. He was buying 500 accounts. He's already down $2,500. He is from Canada. പിന്നെ എന്താന്ന് പറഞ്ഞാൽ $2,500 ആയിരുന്നു അവന്റെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ്. പക്ഷെ അവന് വർക്ക്ഔട്ട് ആവില്ല എന്ന് മനസ്സിലായി, എന്തോ തെറ്റിയുണ്ട്. അപ്പൊ എനിക്ക് ചില ബേസിക്സ് അറിയാം. ഐ നോ ദ ബേസിക്സ്, ബട്ട് ഐ എം നോട്ട് വെരി ഇപ്പോഴത്തെ കറന്റ് ട്രെൻഡിൽ ഒന്നും എനിക്കറിയില്ല. ലൈക്ക് ICT, SMC കോൺസെപ്റ്റ്സ് ഒന്നും അറിയില്ല. ഐ എം വെരി ഹോണസ്റ്റ്, ഒന്നും അറിയില്ല. ദിസ് വാസ് എക്സാക്ട്ലി a year and a half back. Okay, last December. Yeah, exactly. So എന്താന്ന് വെച്ചാൽ പിന്നെ അവൻ അക്കൗണ്ട് പാസിംഗ് സർവീസ് നോക്കാൻ പറഞ്ഞു. അവൻ പറഞ്ഞു എൻ്റെ അടുത്ത് പൈസ ഇല്ലാന്ന്. ഞാൻ വിചാരിച്ചു ഓക്കെ, ഇപ്പൊ ഒരുപാട് ആൾക്കാർ ഇവിടെ ചെയ്യുന്ന പോലെ അക്കൗണ്ട് പാസിംഗ് സർവീസസ് ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ വേണ്ട പറഞ്ഞു, നമ്മൾക്ക് ഫിഗർ ഔട്ട് ചെയ്യാനല്ലോ. ഇല്ല, അവൻ ഫോഴ്സ് ചെയ്തു. ഞാൻ $2,500 ഇട്ടു, ഇനിയൊന്ന് പൈസ ഒന്ന് ട്രൈ ചെയ്യാം. അപ്പോ അത് വിട്ടു. അത് സ്കാമായി. ലൈക്ക് ഇട്ടുടനെ അവർ അക്കൗണ്ട് 2 ദിവസത്തിൽ ബസ്റ്റ് ആക്കി തന്നു. അവരുടെ ഒരു സ്ഥിരമായിട്ട് ഒരു ഇതുണ്ട്, ദേ വിൽ പ്രോമിസ് ദേ വിൽ പാസ്. പക്ഷെ ലേറ്റർ അക്കൗണ്ട് ആയി കഴിഞ്ഞാൽ അവരുടെ ക്ലോസ് ഉണ്ടാകും. അവർ റെസ്പോൺസിബിൾ അല്ല, ഇറ്റ്സ് യുവർ കമ്മിറ്റ്മെന്റ് ടു കം ടു അസ്. ഞങ്ങൾ അഷ്യൂരിറ്റി ചുമ്മാ ലൈക്ക് ഓൺ പേപ്പേഴ്സ് ഇല്ല. സോ അതങ്ങനെ പോയി കിട്ടി. പിന്നെ എങ്ങനെ റിസർച്ച് ചെയ്ത് വരുമ്പോഴാണ് ഫണ്ടിങ് പിപ്സ് കിട്ടിയത്. എൻ്റെ ഫസ്റ്റ് ഫേം ഫണ്ടിങ് പിപ്സ് വിച്ച് വാസ് അലൗഡ് ടു ട്രേഡ് ഫ്രം ഇന്ത്യ. I learned everything. So we will be trading in simulated market. ഒരു സിമുലേഷനിലാണ്, ലൈവ് അക്കൗണ്ടിലായിരിക്കില്ല നമ്മൾ ട്രേഡ് ചെയ്യണത്. സോ വി ഹാവ് ടു പ്രൂവ് അവർ സെൽഫ് 2 accounts. ദെൻ അത് കഴിഞ്ഞിട്ട് അവർ ഒരു സിമുലേഷനിലിടും. ബട്ട് അതിൽ നമ്മൾ കുറച്ച് നമ്മുടെ ട്രേഡിംഗ് സ്ട്രാറ്റജീസ് ഒക്കെ യൂസ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അതൊരു സ്പ്ലിറ്റ് തരും. ആ സ്പ്ലിറ്റ് വാസ് ഗുഡ്. 80% ഇസ് ലൈക്ക് വേ ടു ഗുഡ്. അപ്പോൾ അത് തോന്നുന്നു അതിൽ എഫേർട്ട് ഇടാന്ന്. സോ ഐ സ്റ്റാർട്ടഡ് ലേർണിംഗ് ഫണ്ടിങ് പിപ്സ് മോർ. കുറേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വാസ് നോട്ട് ഈസി. ഞാൻ സ്റ്റാർട്ട് ചെയ്തത് വർക്കാണ്ടല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ $10,000 അക്കൗണ്ട് വാങ്ങിച്ചു, ബസ്റ്റാക്കി, ട്രേഡ് എടുത്ത് ബസ്റ്റാക്കി ഇട്ടു. ഇപ്പോൾ അത് ഈസി അല്ല. സോ നിങ്ങൾ അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് തോക്കാനാണ് പ്ലസ് ടു മേക്ക് യു എ ബെറ്റർ ട്രേഡർ. രണ്ടും ഉണ്ട്. ഇറ്റ് ഹാസ് ടു ഗോ സൈഡ് ബൈ സൈഡ്. സോ ട്രേഡ് എടുക്കും 3 ദിവസം, ഒരു ദിവസം, ചിലപ്പോൾ അന്ന് തന്നെ തോക്കും. ലൈക്ക് ബൈ അക്കൗണ്ട് 5 മിനിറ്റിൽ ആ അക്കൗണ്ട് പോയിട്ടുണ്ടാവും, ബസ്റ്റ് ആവും. സോ ഈ സൈക്കിൾ ഉണ്ടായിരുന്നു. ഇത് എന്തുകൊണ്ട്? പക്ഷെ ഐ ഡിഡ്ന്റ് സ്റ്റോപ്പ്. ഈ പ്രോഫേംസിന്റെ ഈ ഒരു ഇപ്പൊ പർച്ചേസ് ചെയ്തു, ഇനീഷ്യലി ഒക്കെ പ്രോഫേംസിൽ ബ്രോ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോ എപ്പോഴാണ്, ഏത് കാലഘട്ടത്തിലാണ്? ഡിസംബർ, ഐ സ്റ്റിൽ റിമെമ്പർ, ഡിസംബർ 2023. ഇപ്പൊ 25 അല്ലേ? 23 എൻഡില് ഞാൻ പ്രോഫേംസ് പഠിക്കാൻ തുടങ്ങി. 2 വർഷം മുന്നേ പഠിക്കാൻ തുടങ്ങി. പക്ഷെ ഞാൻ അക്കൗണ്ട് വാങ്ങിച്ചത് മേ ബി ഫെബ്രുവരി മാർച്ചിൽ തുടങ്ങി അക്കൗണ്ട് വാങ്ങിച്ച്. അന്നൊക്കെ പ്രോഫേംസിന്റെ എങ്ങനെയായിരുന്നു? ഇപ്പൊ ഒരുപാട് ഫേമസ് ആയി. അത്ര ആൾക്കാരില്ല. ഫണ്ടിങ് പിപ്സ് വാസ് ദേർ. അവർ ഇപ്പോഴും ഉണ്ട്. ഐ വുഡ് റെക്കമെൻഡ് ദം ഫോർ എവരി വൺ ഹു വാണ്ട്സ് ടു സ്റ്റാർട്ട്. ഫണ്ടഡ് നെക്സ്റ്റ് വാസ് ദേർ. ഫണ്ടഡ് നെക്സ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഓർമ്മയില്ല, ഗോട്ട് ഉണ്ടായിരുന്നു, ഗോട്ട് ഫണ്ടഡ് ട്രേഡർ. പിന്നെ വേറെ ബ്ലൂബെറി ഉണ്ടായിരുന്നില്ല. ബ്ലൂബെറി ഈസ് ന്യൂ റൈറ്റ് നൗ. മേവൻ വാസ് ദേർ. മേവൻ ഉണ്ടായിരുന്നു. എന്റെ ഫണ്ടിങ് പിപ്സ് ആയിരുന്നു എന്റെ പ്രൈമറി. അത് മാത്രമേ ഞാൻ ഫോക്കസ് ചെയ്യണ്ടായിരുന്നുള്ളൂ. അതിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കുറച്ച് റൂൾസ് ഉണ്ട് വിച്ച് വിൽ മേക്ക് യു ഫെയിൽ, ലൈക്ക് ലിറ്ററലി. ഇത് രണ്ടു വിധത്തിൽ നോക്കാം. നിന്നെ ഫെയിൽ ആക്കാനും അവർക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കണം, പിന്നെ നിന്നെ ബെറ്റർ ട്രേഡർ ആക്കാനും അത് ട്രൈ ചെയ്യും. എന്റെ ഫസ്റ്റ് അക്കൗണ്ട് ഞാൻ ലൈവ് എനിക്ക് കിട്ടാൻ 20 അക്കൗണ്ട് മിനിമം ഞാൻ ബസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, ഒരു 5K or 10K. എന്നിട്ട് ലൈവ് എത്തിയിട്ട്, അതായത് ഇപ്പോഴുള്ള എല്ലാ ആൾക്കാരെയും ഒരു പ്രശ്നം അറിയോ ഞാൻ പറയാണ്, പുതിയതായിട്ട് ഫോറക്സിലേക്കോ അല്ലെങ്കിൽ ഫണ്ടിങ് ഫേംസിനെ അപ്രോച്ച് ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കുള്ള ഒരു പ്രശ്നമാണ്. അക്കൗണ്ട് എടുത്തു, ബസ്റ്റായി, അതായത് അവർ ആ അക്കൗണ്ട് പൊട്ടിച്ച് കളഞ്ഞു, പിന്നെ പുതിയ അക്കൗണ്ട് എടുക്കുന്നു, പൊട്ടിക്കുന്നു. അപ്പോൾ എല്ലാവരെയും വിചാരം എന്താ, അതായത് പുതിയതായിട്ട് മാർക്കറ്റിൽ വരുന്ന ഒരാളുടെ തോട്ടം എന്ന് പറയുന്നത് ഇപ്പോൾ ഫണ്ടഡ് ആവാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ പ്രോഫിറ്റ്സ് കാണുന്നു. അപ്പോൾ പർച്ചേസ് ചെയ്യുന്ന ഒരുപാട് അക്കൗണ്ട്സ് നെക്സ്റ്റ് ഡേ തന്നെ ഇപ്പോൾ ഈ എന്താ പറയുക 20K 60K ഒക്കെ അക്കൗണ്ട് മേടിച്ച് 1% തന്നെ ഇത്ര എമൗണ്ട് ആയി, അപ്പോൾ ഞാൻ പെട്ടെന്ന് റിച്ച് ആവും എന്നുള്ള രീതി. അത് ഒരു തെറ്റ് ധാരണയാണ്. മാർക്കറ്റ് അങ്ങനെ വർക്കാകില്ല. നമ്മുടെ പോസിബിലിറ്റിയാണ്. പക്ഷെ നിങ്ങൾക്ക് നന്നായി അറിയണം എങ്ങനെ ട്രേഡ് ചെയ്യണം, എവിടെ, ലൈക്ക് then it's good. അല്ല, ബ്രോയുടെ ലൈഫ് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ തന്നെ ബ്രോ തന്നെ പറയുന്നത് ഇപ്പോൾ ഇത്രയും അക്കൗണ്ട് ബസ്റ്റ് ചെയ്തതിന് ശേഷമാണ്. അത് ശരിയാ. പക്ഷെ ഞാൻ പഠിക്കുമായിരുന്നു, എനിക്ക് ആരും ഗൈഡ് ചെയ്യാനില്ലായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഐ വാസ് ലെർണിങ് ഓൺ മൈ ഓൺ. എൻ്റെ ഫ്രണ്ടും അവനും സെയിം സ്റ്റേറ്റിലായിരുന്നു. പക്ഷെ
ഹെൽപ് ഈച്ച് അതർ ടോക്കിംഗ് എവറി ഡേ ഔട്ട്. ഇപ്പോൾ അക്കൗണ്ട് ബസ്റ്റ് ആയാലും ആ വിഷമത്തിൽ എനിക്ക് വേറെ അടുത്തും പറയാൻ പറ്റില്ല. സോ ഹി വാസ് ദെയർ ടു ടോക്ക് ടു മീ. എന്തുകൊണ്ട് ബസ്സായി, ഞങ്ങൾ ഇരുന്ന് നോക്കും, ഇവിടെ മണ്ടത്തരം ചെയ്തു, ഇവിടെ മണ്ടത്തരം ചെയ്തു, ഇത് ആവശ്യമില്ലാണ്ട് ഇത് എടുത്തു. സോ അവിടെ ഇനിഷ്യൽ ലേണിങ്സ് ഉണ്ടായിരുന്നു. പക്ഷേ വൺ തിങ് ഐ ഡിസൈഡഡ് ഐ എം നോട്ട് ഗിവിംഗ് അപ്പ് ദിസ് ടൈം. സോ ഇത് ഞാൻ ഫോർ ഷുവർ എടുത്ത ഡിസിഷൻ, ബിക്കോസ് ഐ ഗേവ് അപ്പ് ഓൺ ട്രേഡിംഗ് ട്വൈസ്. 2 വർഷം ഞാൻ വിട്ടു. അത് എൻ്റെ കരിയർ കുറച്ച് ഡെവലപ്മെന്റ് ആക്കാനാണ്. പക്ഷേ ഇപ്പോൾ നൗ AI കമ്മിങ് ടു ദ പിക്ചർ, എനിക്ക് നല്ല പേടിയുണ്ട്. കരിയർ മൈറ്റ് നോട്ട് ഗോ ലൈക്ക് maybe 5 years down the lane, testing ഒക്കെ will be completely automated. ഇപ്പൊ ഞാൻ തന്നെ ചിലപ്പോൾ അതിൽ ഞാൻ വർക്ക് ആവുന്നുണ്ട് ഓട്ടോമേഷനിൽ. സോ ഐ ക്യാൻ സീ ഹൗ ഈസി ഫോർ ദ AI agent to just to change everything. സോ അത് നോക്കുമ്പോൾ വി ഹാവ് ടു ഫിഗർ ഔട്ട് സംതിങ് വെയർ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് നോക്കാൻ തുടങ്ങണം. സോ അങ്ങനെയാണ് ഒരു ഐഡിയയിലാണ് വന്നത്. സോ ഇത് പിന്നെ ലൈവ് അക്കൗണ്ട് എത്തിയിട്ടും പേ ഔട്ട് വരുമോ ഇല്ല എന്നൊരു ഡൗട്ടാണ്. എത്ര അക്കൗണ്ട് ബസ്റ്റ് ചെയ്തു ലൈവിൽ വരാനായിട്ട്? ഒരു മിനിമം ഒരു 20-15 അക്കൗണ്ട്സ് ഞാൻ ബസ്റ്റ് ചെയ്തിട്ടുണ്ട്. 5K. പക്ഷെ ഞാൻ വലിയ അക്കൗണ്ട് പോയില്ല, ഞാൻ ചെറിയ അക്കൗണ്ട് പോയി. ചെറിയ അക്കൗണ്ട് പോയിട്ട് ബസ്റ്റ് ആക്കി ലൈവ് എത്തി. ലൈവിലും ഫസ്റ്റ് വാസ് നോട്ട് എ പേ ഔട്ട്, അതും ബസ്റ്റ് ആയി ഉണ്ടാവും. മേ ബി ലൈവ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ലൈവ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെക്കാട്ടിലും ബുദ്ധിമുട്ടാണ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ. ലൈക്ക് അതിനും വേറെ റൂൾസ് ഉണ്ട്. പിന്നെ എടുക്കുമ്പോൾ എമോഷണൽ ഫീലിംഗ് വിൽ ബി എൻറ്റയർലി ഡിഫറെൻറ്റ്. ഇറ്റ് വോണ്ട് ബി സെയിം ആസ് ലൈക്ക് ട്രേക്കിംഗ് ട്രേഡ്സ് ഓൺ എ ചാലഞ്ച് അക്കൗണ്ട്. എങ്ങനെയൊക്കെയോ എടുത്തു. ഐ തിങ്ക് മൈ ഫസ്റ്റ് പേ ഔട്ട് വാസ് $100 or $150. എടുത്തു. ലൈക്ക് വിഡ്രോൾ ഇട്ടിട്ട് അക്കൗണ്ടിൽ ഇടുന്നവർക്ക് ഐ വാസ് സ്റ്റിൽ നോട്ട് കോൺഫിഡൻറ്റ് ദാറ്റ് ദിസ് വിൽ കം. വൺസ് ദ മണി ഹിറ്റ് മീ, ലൈക്ക് ഫണ്ടിങ് പിപ്സ് ഇസ് പെയ്ഡ് യു ഫോർ ദിസ് വർക്ക്. ഫസ്റ്റ് പേ ഔട്ട് എത്രയാ? I think it's close to $130. Like 150 ആയിരുന്നു അവരുടെ കമ്മീഷൻ പോയിട്ട്. They will take 20%. Around 13,000 അല്ലേ? 12 to 13,000 ആ റേഞ്ച്. Close to that 13,000-14,000. ഈ പൈസ വന്നപ്പോൾ I was sure, okay, this is working out. ഇത് നമ്മൾക്ക് സെറ്റ് ആവും. My friend also agreed, yes, this is set. ആ 13,000 ഞാൻ again I went for challenge. ഞാൻ അത് പേഴ്സണലി ഒന്നും യൂസ് ചെയ്തില്ല. And it was not a big money. വലിയ പൈസ ആയിരുന്നില്ല. ഞാൻ അത് റീഇൻവെസ്റ്റ് ചെയ്തു. I went for bigger accounts, 25, 50. അതിന് മുകളിൽ ഐ നെവർ വെന്റ് ബാക്ക് ടു 10 or 5. എൻ്റെ ബേസ് ഞാൻ 25 സെറ്റ് ചെയ്തു, 50 സെറ്റ് ചെയ്തു, 100 സെറ്റ് ചെയ്തു. ഐ സ്റ്റാർട്ടഡ് ട്രേഡിംഗ്. ഐ ഹാഡ് എ വെരി ഗുഡ്, ഐ അണ്ടർസ്റ്റുഡ് സം SMC കോൺസെപ്റ്റ്. ദെൻ എൻ്റെ ഫിഗർ ഔട്ട് ആയ ചില സ്ട്രാറ്റജീസ് യൂസ് ചെയ്തു. ICT ഞാൻ ട്രൈ ചെയ്തു. പക്ഷേ ഇറ്റ് വാസ് എവ്രി വൺ ഹാസ് എ ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് ലൈഫ് സ്റ്റൈൽ ആൻഡ് ദെയർ യുണീക്നെസ്. ഓർ സം പീപ്പിൾ ഞാൻ ഒരു സ്ട്രാറ്റജിയും കുറ്റാൻ പറയില്ല. എവറിത്തിങ് വിൽ വർക്ക് ഫോർ ദാറ്റ് പെർട്ടിക്കുലർ പേഴ്സൺ. സോ അത് ഞാൻ അഗ്രി ചെയ്യണം. ഇപ്പോൾ മേ ബി വിഷ്ണുവിന് വർക്ക് ആവുന്നത് maybe like ICT or price action വർക്ക് ആവും. ഒരാളുടെ ഒരു ഇതാണ് ലൈക്ക്. പിന്നെ അയാൾക്ക് അത് സെറ്റാണോ ഓർ ആ ട്രേഡറിന് അത് സെറ്റാകും. അത് നമ്മൾ കുറ്റം പറയാൻ വി ഷുഡ് നോട്ട് ബി ദെയർ. പക്ഷേ എവ്രി വൺ ഷുഡ് ഫിഗർ ഔട്ട് സംതിങ് ഓൺ ദെയർ. അതാണ് എൻ്റെ കോൺസെപ്റ്റ്. ഞാൻ എൻ്റെ ടൈം ആൻഡ് എഫേർട്ട് എടുത്തതിന് ഒരു 6 months ഫിഗർ ഔട്ട് ചെയ്തു ഫ്യൂ തിങ്സ്. ഇതെനിക്ക് വർക്കൗട്ട് ആവുന്നുണ്ട്, ഓക്കെ ദിസ് ഇസ് ഗുഡ്. ഇത് ഞാൻ അത് എക്സിക്യൂട്ട് ചെയ്തു. പക്ഷേ ഐ വാസ് വെരി അഗ്രസീവ് എന്ന് പറഞ്ഞാൽ ലൈക്ക് ചാലഞ്ചസിലൊക്കെ ഞാൻ ഓൾമോസ്റ്റ് ഫുൾ മാർജിൻ റിസ്ക് ചെയ്യും. ലൈക്ക് 100K ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഐ റിസ്ക് 4,000 ആൻഡ് ടാർഗറ്റ് 8,000. ഐ ട്രൈ ടു പാസ് ഇൻ എ സിംഗിൾ ഡേ. അങ്ങനെ ഫുൾ ഈവൻ ലൈവ് അക്കൗണ്ട് ഇഫ് ഐ ഗെറ്റ് എൻ അക്കൗണ്ട് ഐ വിൽ ട്രൈ ടു ഗെറ്റ് ദ പ്രോഫിറ്റ് ഓൺ എ സിംഗിൾ ഡേ. ഞാൻ ഫുൾ റിസ്ക് ചെയ്യും. പക്ഷേ മൈ വിൻ റേറ്റ് വാസ് വെരി ഹൈ അറ്റ് ദറ്റ് ടൈം. പക്ഷേ അത് ഒരു കുറിപ്പിട്ട cycle, market cycle, it was working good. The market cycle tends to change every 3 months or 6 months depending on who's ruling and what is happening. So adi nammalku like we don't know. Eniki aa cycle workout aayi market. Okay. It rewarded me very well. Nalle payouts eduthu. I was doing good. I was very happy. I was max allocated with funding pips. Adu kayinittu goat funded trader I was almost not max allocated, almost half max allocated. Evillam nannai poundarnu. Pinne vannu market shift and a trade started failing. I started facing loss. Like loss in the sense not on the personal level but on the bigger accounts. When you are losing live account, your way of thinking to the market changes. അത് ഞാൻ വല്ലാത്ത ഇപ്പോൾ എനിക്ക് ലാസ്റ്റ് 4 ലൈക്ക് ഈ ലൈവ് അക്കൗണ്ട് കിട്ടിയിട്ട് 4 months വാസ് വെരി ഗുഡ്. ലൈക്ക് ഐ വാസ് മേക്കിംഗ് കൺസിസ്റ്റന്റ് പ്രോഫിറ്റ് എവറി വീക്ക്. പേ ഔട്ട് വരണ്ടായിരുന്നു. ലൈക്ക് നെക്സ്റ്റ് പേ ഔട്ട് റെഡി ഇൻ 2 days. എവറിത്തിങ് വാസ് ഗോയിങ് ഗുഡ്. സോ ഐ വാസ് ഇംപ്രഷൻ ദാറ്റ് ഐ എം ഡൂയിങ് വെൽ, ഐ എം ദ ബെസ്റ്റ് ട്രേഡർ. അങ്ങനെ ഒരു അഹങ്കാരമല്ല, പക്ഷേ തോട്ടുണ്ടായിരുന്നു. എനിക്കും എന്റെ ഫ്രണ്ടും നീയും നന്നായി ചെയ്യുന്നുണ്ട്, എന്റെ ഫ്രണ്ടിന് അവനും ബെസ്റ്റിനാണ്, വി ക്യാൻ മേക്ക് മണി, അങ്ങനെയൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ then the market shifted their cycle. I lost my 300K funding. I lost my gold funding. അങ്ങനെ എല്ലാം അങ്ങനെ പോയി കിട്ടിയപ്പോൾ I was back to zero.
0 വരുമ്പോൾ മൈ പേ ഔട്ട്സ് ആർ ക്ലോസ് ടു 50. എനിവേ ഐ ആം പ്രോഫിറ്റബിൾ. പക്ഷേ അത് 0 എത്തുമ്പോൾ യുവർ ലൈക്ക് എമോഷണൽ റോളർ കോസ്റ്റർ വിൽ ബി എൻറ്റയർലി ഡിഫറെന്റ്. ഇതിപ്പോ സ്റ്റാർട്ട് ചെയ്തു, പിന്നീട് ഫണ്ടഡ് ആയതിനു ശേഷം ബാക്ക് ടു ബാക്ക് ടു 0, നത്തിങ് ഇല്ല. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് ഞാൻ തിരിച്ചു വരുന്നത്. പക്ഷെ പിന്നെ ഒരു ഫാമിലി കമ്മിറ്റ്മെന്റ് കുറച്ച് ഇഷ്യൂസ് ആയ കാരണം ഞാൻ കുറച്ച് ബാക്ക് ആയി ഒരു 6 months ഒരു 5 months. പക്ഷെ ഞാൻ അത് ബാക്ക് ഔട്ട് ആയെന്ന് പറഞ്ഞാൽ ഐ വാസ് ലുക്കിംഗ് അറ്റ് മാർക്കറ്റ് എവറി സിംഗിൾ ഡേ. ഞാൻ മാർക്കറ്റിൽ നിന്ന് പുറത്തു വന്നില്ല. പക്ഷെ ഐ വാസ് നോട്ട് ആക്റ്റീവ്ലി ട്രേഡിങ്. ഇതൊക്കെ ആയി. ദെൻ ഐ ഡിസൈഡഡ് ഐ ഹാവ് ടു ഫിക്സ് സംതിങ്. My strategies are good, but I am risking way too much, and my approach to the market is not easy money. പെട്ടെന്ന് നമ്മൾ പൈസ ഉണ്ടാക്കി സെറ്റിൽ ആകണം പോലെ ആയിരിക്കില്ല. നമ്മൾക്കിത് ലൈഫ് ലോങ് നമ്മൾ എങ്ങനെ കീപ്പപ്പ് ചെയ്യണം. സോ ഐ ഡിസൈഡഡ് ടു ഗോ വിത്ത് സ്മോളർ അക്കൗണ്ട്സ് അഗൈൻ. എന്നിട്ടാണ് ഞാൻ 25,000 വാങ്ങിച്ചു, പാസ്സായി. ദെൻ ആ 25,000 ഐ ട്രേഡഡ് ലൈക്ക് ഹൗ ഐ വുഡ് ട്രേഡ് ദ ബെസ്റ്റ്. ഐ പാസ്ഡ്. 25,000 കിട്ടി. എനിക്ക് ഒരു ലൈക്ക് ഫ്രം ദ 25,000 അക്കൗണ്ട് only I have crossed $12,000 right now, and the account is still active with funding pips. More than 6 payouts right now. 6 payouts in the sense like every month there are 2 payout cycles because it's a 14 days withdrawal account. Around $12,000. അതിൽ ഞാൻ സ്പെൻഡ് ചെയ്ത് വെറും $600 ആണ്. ഇവാലുവേഷൻ കഴിഞ്ഞു, എനിക്ക് കിട്ടി. ഫസ്റ്റ് 4 പേ ഔട്ട് കഴിഞ്ഞാൽ $200 തിരിച്ചു തരും അവര്, ബിക്കോസ് യു ആർ ഡൂയിങ് ഗുഡ്. അല്ല, ഇതിലിപ്പോ ബേസിക് ആയിട്ടുള്ള ഇത് കാണുന്ന ആൾക്കാർക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും. ഇപ്പൊ ഇതിന്റെ പേ ഔട്ട്സ് പുതിയതായിട്ട് കാണുന്ന ഒരാൾക്ക് ഇത് എങ്ങനെയാ ഇതിന്റെ പേ ഔട്ട്സ്, അതുപോലെ ഇതിന്റെ സൈക്കിൾ എങ്ങനെയാ, എത്ര പ്രോഫിറ്റ് നമുക്ക് കിട്ടും, അതൊക്കെ ഒന്ന് ബ്രോ എക്സ്പ്ലെയിൻ ചെയ്യും. സോ ഒവ്വൊരു കമ്പനിക്ക് ഒവ്വൊരു പേ ഔട്ട് സൈക്കിൾസ് ആണ്. പേ ഔട്ട് സൈക്കിളും പിന്നെ അവരുടെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് അക്കൗണ്ട് ഉണ്ട് ടു അട്രാക്ട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ട്രേഡേഴ്സ്. ഇപ്പോൾ ഞാൻ വന്ന ഇൻട്രാഡേ ട്രേഡറാണ്. ചില പേര് സ്വിംഗ് ട്രേഡേഴ്സ് ഉണ്ട്, ചില പേര് സ്കാൽപ്പേഴ്സ് ഉണ്ട്. അവർക്കൊക്കെ പ്രോഫും സ്പെഷ്യലൈസ് ചെയ്ത ചില അക്കൗണ്ട്സ് ഉണ്ട്. ചില പേർക്ക് ഈ ചാലഞ്ച് ഫേസ് എനിക്ക് ആവശ്യമില്ല, എനിക്ക് ഡയറക്റ്റ് ലൈവ് പോകണം, അതിനും അക്കൗണ്ട്സ് ഉണ്ട്. ഓക്കെ, പക്ഷേ ഒവ്വൊരു അക്കൗണ്ടിനും ഒവ്വൊരു റെസ്ട്രിക്ഷൻസ് ഉണ്ട്, റൂൾസ് ഉണ്ട്, എവറിഥിങ് ദേ ഹാവ് ടു പുട്ട് എഫേർട്ട് ആൻഡ് ലേൺ. ഓക്കെ, കമ്മിങ് ബാക്ക് ടു ദ പേ ഔട്ട് സൈക്കിൾ. പേ ഔട്ട് സൈക്കിളും അഗൈൻ ഡിഫറെന്റ്. സം പ്രോഫും ഹാസ് എവറി ഡേ പേ ഔട്ട്. ലൈക്ക് നീ പ്രോഫിറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അന്ന് തന്നെ വിഡ്രോവൽ ചെയ്യാം. പക്ഷേ അതിനും പെർസെൻറ്റേജ് ഡിഫറൻസ് ഉണ്ട്. ചില പ്രോഫും 80% തരും, ചിലത് 60 തരും, ചിലത് 100 തരും. 100 തരുന്ന പ്രോഫോംസ് വന്ന് വിൽ ബി 1 month പേ ഔട്ട് സൈക്കിൾ. ലൈക്ക് ഒരു മാസം നീ പ്രോഫിറ്റ് ഉണ്ടാക്കി ഒരു മാസം വെയിറ്റ് ചെയ്യണം അത് വിഡ്രോ ചെയ്യാൻ. ഇപ്പോൾ ചില അക്കൗണ്ട്സ് വന്ന് 14 days ഉണ്ടാവും, ചില അക്കൗണ്ട് വന്ന് 7 days. ദാറ്റ് മീൻസ് യു സ്റ്റാർട്ട് ട്രേഡിങ് 7 ദിവസത്തിൽ പേ ഔട്ട് കിട്ടും. പേ ഔട്ട് റിക്വസ്റ്റ് ചെയ്യാം. പ്രോഫിറ്റ് ആണെങ്കിൽ, ലോസ് ആണെങ്കിൽ അഗൈൻ റിപ്പീറ്റ് ചെയ്യണം. സെയിം തിങ് എല്ലാത്തിലും. പിന്നെ ചില പ്രോഫോംസിൽ സിംഗിൾ ഡേ പേ ഔട്ട്, അത് നൈസാണ്. ഇപ്പോൾ എൻ്റെ ലൈഫ് സ്റ്റൈൽ, ചില പേർക്ക് ഇന്ന് പൈസ ഉണ്ടാക്കി ഇന്ന് തന്നെ വിഡ്രോ ചെയ്ത് അടുത്ത ദിവസം ട്രേഡ് ചെയ്യണം. സോ അവർക്ക് അത് സൂട്ടാകും. പക്ഷെ ആ അക്കൗണ്ടിന് കുറച്ച് വില ജാസ്തി ആയിരിക്കും, കൂടുതലായിരിക്കും. ഇപ്പോൾ 200K സോറി 225K $200 ആണെങ്കിൽ ഫണ്ടിങ് പിപ്സിൽ, വേറെ പ്രോഫോമിൽ അത് $300 ആയിരിക്കും, ബിക്കോസ് ദേ ജസ്റ്റ് ഹാവ് എവറി ഡേ പേ ഔട്ട്. സോ ഫണ്ടഡ് നെക്സ്റ്റിൽ ദേ ഹാവ് എക്സ്ട്രാ ആഡ് ഓൺസ്. എന്ന് പറഞ്ഞാൽ എനിക്കിങ്ങനെ ആഡ് ഓൺ വേണ്ടി എനിക്ക് വീക്ക്ലി അവരുടെ 21 day പേ ഔട്ട് സൈക്കിളാണ്. പക്ഷെ നീ ഒരു $50 കൂടെ ജാസ്തി കൊടുത്തു കഴിഞ്ഞാൽ ചാലഞ്ച് ഫേസിൽ അത് കുറച്ച് കിട്ടും, 7 ദിവസത്തിന് കുറച്ച് കിട്ടും. അത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ട്രേഡർ, അവർക്ക് എന്ത് ആവശ്യമുണ്ടോ അത് ചൂസ് ചെയ്യുക. അതാണ് പേ ഔട്ട് സൈക്കിളിൻ്റെ ഒരു ഇത്. എനിക്ക് ബൈ വീക്ക്ലി വർക്ക് ആയതുകൊണ്ട് ഐ എം ഹാപ്പി വിത്ത് ദാറ്റ്. 80% എനിക്ക് വരും, 20% അവരെടുക്കും. ഐ വാസ് ഓക്കെ. സോ ഇതാണ് ഞാൻ അത് ചൂസ് ചെയ്തിട്ട് വൺസ് ഐ ഹാവ് ഡിസിപ്ലിൻ മൈസെൽഫ്, എനിക്ക് ഇഷ്യൂസ് ഒക്കെ ഫിക്സ് ചെയ്തു. ലൈക്ക് ഞാൻ ഓവർ ട്രേഡിങ് ചെയ്യുന്നുണ്ടായിരുന്നില്ല, അത് ഞാൻ ഫിക്സ് ചെയ്തു. അഗ്രഷൻ ഫിക്സ് ചെയ്തു, സ്റ്റേബിളായിട്ട്. ഇപ്പോൾ ഒരു പേഴ്സണിന് 25K കൺസിസ്റ്റൻ്റായി 7 or 8 പേ ഔട്ട്സ് എടുക്കാൻ പറ്റിയ ദാറ്റ് അക്കൗണ്ട് ഈസ് ആക്ച്വലി പെർഫോമിങ് ഗുഡ്. ലൈക്ക് എല്ലാം പ്രോഫിറ്റും എടുത്തു കഴിഞ്ഞു, അക്കൗണ്ടിൻ്റെ പൈസയും തിരിച്ചിട്ട് ലിറ്ററലി ഇപ്പോൾ ഞാൻ ഫ്രീ റോളിംഗ് ആണ് അക്കൗണ്ടിൽ. അതുപോലെ തന്നെ ഒരു മേജറായിട്ട് ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ റൂൾസിൽ ഇങ്ങനെ പൊതുവെ കാണിക്കുന്നതാണ്. അതായത് നമ്മൾ പ്രോഫിറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പേ ചെയ്തിട്ടുള്ള ആ എമൗണ്ട് നമുക്ക് തിരിച്ചു കിട്ടുന്നതിൽ കൊടുത്തിട്ടുണ്ട്. അതും അഗൈൻ പ്രോഫോം ഡിഫറെന്റ് ആണ്. ചില പ്രോഫോം നിങ്ങൾ ഫസ്റ്റ് പേ ഔട്ട് തന്നെ റീഫണ്ട് ചെയ്യും. ഓക്കെ, അതായത് നമ്മൾ ഇപ്പോൾ $5,000 $30 ആണ് അടയ്ക്കുന്നതെങ്കിൽ ആ $30 നമുക്ക് റീഫണ്ട് ചെയ്യും. $30 അക്കൗണ്ടിക്ക് നിന്റെ പേ ഔട്ട് $100 ആണെങ്കിൽ 100 + 30 റീഫണ്ട്. പക്ഷെ അതിലും ഒരു ഓപ്ഷൻ ചോദിക്കും, 30 വേണോ ഇന്നൊരു അക്കൗണ്ട് വേണം. ഇന്നൊരു അക്കൗണ്ട് വേണമെങ്കിൽ അവർ ഇന്നൊരു അക്കൗണ്ട് ഫ്രീ ആയിട്ട് അയക്കും. പക്ഷെ അതിലും ചലഞ്ച് വരും, വേണമെങ്കിൽ ഓപ്ഷൻ. ഇത് ഫണ്ടിങ് പിപ്സിൽ 4th പേ ഔട്ടിൽ തരണേ, ഫണ്ടഡ് നെക്സ്റ്റിൽ 1st പേ ഔട്ടിൽ തരും. വേറെ പ്രോഫോംസ് എനിക്ക് ഓർമ്മയില്ല, ഗോട്ടിൽ അത് ഇല്ല തോന്നുന്നു അങ്ങനത്തെ ഒരു ഓപ്ഷൻ. അത് ഒരു പ്രോഫോമിന് ബേസ്ഡ് ആയിട്ട്. അതെ, ഫണ്ടഡ് നെക്സ്റ്റിൽ ഒരു നല്ല കാര്യം, ചാലഞ്ച് ഫേസിൽ പ്രോഫിറ്റും അവർ ഫസ്റ്റ് പേ ഔട്ട് 3rd പേ ഔട്ടിൽ തരും.
ഇപ്പോൾ ഫസ്റ്റ് ഫേസിൽ 10% ചെയ്യണമെങ്കിൽ അതിൻ്റെ അക്കൗണ്ട് സൈസിൻ്റെ 10%, സെക്കൻഡ് ഫേസിൽ അക്കൗണ്ട് സൈസിൻ്റെ 5% പ്ലസ് റീഫണ്ട് ഫീ എല്ലാം ചേർത്തി തരും. അത് അവരുടെ പ്രൊമോഷനാണ്, ജസ്റ്റ് ടു അട്രാക്ട് കസ്റ്റമേഴ്സ്. അത് ഒവ്വൊരു പ്ലാറ്റ്ഫോമിൻ്റെ ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് ആണ്. പക്ഷെ അത് നിങ്ങൾ ചൂസ് ചെയ്യണത് ദാറ്റ് ഈസ് ഓൺ യു. ഒരു ന്യൂസ് ഇവൻ്റ് ഒന്ന് ഞാൻ നോട്ടീസ് ചെയ്തില്ല, അത് വന്നപ്പോൾ ഇറ്റ് വെൻറ്റ് ലൈക്ക് SL താണ്ടി പോയി ക്ലോസ് ആയി. It's called something spread. So when a big news event comes, the stop losses and all won't get respected. So that was a very hard lesson for me. I paid a big money for that. ബ്രോ ജസ്റ്റ് ഒന്ന് പറഞ്ഞു ബിഗിനേഴ്സിനൊക്കെ വേണ്ടിയിട്ട് സ്പ്രെഡ് എന്താ? സ്പ്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രേഡ് ഓപ്പൺ ചെയ്യുമ്പോൾ ചില ബ്രോക്കറിന് അവരുടേതായിട്ട് സ്പ്രെഡ് ഉണ്ടാവും ഒവ്വൊരു പെയറിനും. ഫോർ എക്സാമ്പിൾ യൂറോ USD വന്ന് ഫണ്ടിങ് പിപ്സ് ആസ് ദ ലോവസ്റ്റ് സ്പ്രെഡ് അഗൈൻ 1 സ്പ്രെഡ് ഓർ 2 സ്പ്രെഡ് ആണ്, 2 പിപ്സ് സ്പ്രെഡ് ആണ്. സോ പിപ്സ് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ 1 പ്രൈസ് പോയിന്റ് ടു അനദർ പ്രൈസ് പോയിന്റ്. ഇപ്പോൾ ബൈ ചെയ്യുമ്പോൾ ഒരു പിപ്പ് മുകളിൽ പോയാൽ എനിക്ക് പ്രോഫിറ്റ് ആണ്, ഒരു പിപ്പ് താഴത്ത് വന്നാൽ ലോസ് ആണ്. ഇതാണ് പിപ്പിന്റെ കാൽക്കുലേഷൻ. ഓക്കെ, സോ ഇപ്പോൾ ന്യൂസ് വരുമ്പോൾ ഈ പിപ്പ് സ്പ്രെഡ് അവന്മാർ ചിലപ്പോൾ ലൈക്ക് വേണം വെച്ചിട്ട് ചെയ്യണതല്ല, പക്ഷെ മാർക്കറ്റ് ദാറ്റ്സ് ഹൗ ഇറ്റ് വോളറ്റൈൽ ആകുമ്പോൾ സ്പ്രെഡ് ഇൻക്രീസ് ആവും. ഇപ്പോൾ ട്രേഡ് എടുക്കുമ്പോൾ നിന്റെ സ്റ്റോപ്പ് ലോസ് വരും 50 പിപ്സ് ആണെന്ന് വെച്ചോ, പക്ഷെ ന്യൂസ് വരുമ്പോൾ 50 വന്ന് 500 ആകാം ഓർ 1000 ആകാം. അതെങ്ങനെ ഇത്ര വലുതാവും സ്പ്രെഡ്. ഇപ്പോൾ ജനറലി പ്രൈസ് ഡിഫറൻസ് ഇത്രയാണെങ്കിൽ ന്യൂസ് വലിയ ഇവന്റ് വരുമ്പോൾ ഇത് ഇത്രയാണ്. സോ അപ്പോൾ സ്റ്റോപ്പ് ലോസ് ഒന്നും റെസ്പെക്ട് ചെയ്യില്ല. സോ എൻ്റെ പേഴ്സണൽ എൻ്റെ ഒരു ഗൈഡൻസ് ഓർ അഡ്വൈസ് സമ്മൺ ഐ ഹാവ് ടു ഗിവ്, don't ever trade during news unless you are fundamentally very strong. And also check your news like day and plan your trades accordingly, because you can lose or make money there. ഇതേ നന്നായി പോയാൽ മേ ബി എനിക്ക് ആ 6,000 മേ ബി എനിക്ക് 30,000 കിട്ടാം. കൂടുതൽ ആൾക്കാരും അല്ലേ ഇപ്പോൾ ഒരുപാട് ട്രേഡേഴ്സിന്റെ വീഡിയോസ് നമ്മൾ കാണല്ലേ, NFE അല്ലെ CPA ഒക്കെ ലോട്ടഡ് അത് ലൈക്ക്. പിന്നെ അതിൽ പേ ഔട്ട് എടുക്കുമ്പോൾ അതിലും റൂൾസ് ആൻഡ് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് വെറുതെ അവർ എടുത്തു തരില്ല. സോ ഇപ്പോൾ ന്യൂസ് ട്രേഡേഴ്സിൽ ഇപ്പോൾ റെസ്ട്രിക്ട് ചെയ്യാൻ തുടങ്ങി, ലൈക്ക് ന്യൂസ് വരുന്ന മുമ്പ് 5 മിനിറ്റ് ഇത്ര 2 മിനിറ്റ് മുന്നേ എടുക്കാൻ പാടില്ല, 2 മിനിറ്റ് മുമ്പേ 5 മണിക്കൂർ മുമ്പേ എടുക്കണം. സോ ദിസ് ഇസ് ടു റെസ്ട്രിക്ട് പീപ്പിൾ ടു ഗാംബിൾ ഡ്യൂറിങ് ദാറ്റ് ടൈം. സോ ഇത് നല്ലതാണ് ഞാൻ പറയും. ചില പേർക്ക് അപ്പോൾ നല്ല അനാലിസിസ് വെച്ച് അവരെടുക്കും, ചുമ്മാ ഏതോതാണോ ട്രേഡ് എടുക്കില്ല ആൻഡ് ലൂസ് അക്കൗണ്ട് ഓർ മേക്ക് ബിഗ് മണി. ആൻഡ് ഇറ്റ്സ് so all the platforms need consistent traders who gets them money. അവർക്കും നല്ല റിലേഷൻഷിപ്പ് വേണം ട്രേഡേഴ്സ്. they don't want someone to hit some 50,000 and vanishes off. Correct. So Funding Pips recognized what I have changed my trading style and they invited me to their podcast, which has helped me കുറെ ട്രേഡേഴ്സിനെ ഇൻസ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു. പിന്നെ എനിക്കും തോന്നി ഞാൻ എൻ്റെ പേഴ്സണലി ഐ വാസ് നോട്ട് വെരി സോഷ്യൽ പേഴ്സൺ. ഞാൻ ആരുടെ ട്രേഡ് ചെയ്യുന്നത് പറഞ്ഞിട്ടില്ല, ഇപ്പോഴും എൻ്റെ സ്വന്തം വീട്ടിൽ അറിയില്ല. അത് എനിക്ക് മിക്കവാറും അത് ഇപ്പോൾ മാറിക്കിട്ടും. സ്വന്തം അച്ഛനമ്മയ്ക്കോ റിലേറ്റീവ്സിനോ ചേച്ചിമാർക്കോ ആർക്കും അറിയില്ല. സോ ഇപ്പം അത് മാറിക്കിട്ടും. അതിപ്പോ എൻ്റെ പേഴ്സണലി എൻ്റെ നാട്ടിലും എൻ്റെ വീട്ടുകാർക്കോ ആർക്കും അറിയില്ല ലൈക്ക് വാട്ട് ഹി ഈസ് ഡൂയിങ്. ചുമ്മാ കാലത്തോട്ട് വരുന്ന ഒരു റൂമിൽ സിസ്റ്ററിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ഇരിപ്പ്, പണിക്ക് പോകുന്നില്ല, ലൈക്ക് അങ്ങനെയാണ്. പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാരന്റ്സിന്റെ ചിന്താഗതി ഡിഫറെന്റ് ആണ്. ലൈക്ക് അവർ കണ്ടുവന്നത് ജോലിക്ക് 9 to അല്ലെ. എന്റെ പാരന്റ്സ് എനിക്ക് ഞാൻ പാസ് ഔട്ട് ആകുമ്പോൾ എനിക്ക് 2 ഓപ്പർച്യൂണിറ്റി കിട്ടിയ, ഒന്ന് TCS, നോട്ട് TCS, സോറി, ടെക് മഹീന്ദ്ര. Another one is working for a gaming company. Okay. And salary difference was substantial. Gaming company എനിക്ക് മാസം 8,000 രൂപ ഉണ്ടായിരുന്നു. പക്ഷെ TCS അല്ല, വേറെ കമ്പനിയിൽ ഓൾമോസ്റ്റ് 3 ഇരട്ടി ആയിരുന്നു അതിന്. സോ എല്ലാവരും 3 ഇരട്ടിക്കല്ലേ പോകും. ഞാൻ വീട്ടിൽ ചണ്ടയിട്ട് എനിക്ക് ഗെയിമിങ് തന്നെ കയറണം പറഞ്ഞിട്ട് ഞാൻ കയറി. പക്ഷെ അതിനും ഐ ഹാഡ് ടു സ്ട്രഗിൾ. അവരെ എക്സ്പ്ലെയിൻ ചെയ്ത്, അത് അവരുടെ പ്രശ്നമല്ല, ദാറ്റ്സ് ഹൗ ദെയർ ടൈം ലൈൻ ഇസ്. പിന്നെ ഞാൻ ഡിസൈഡ് ചെയ്തു എൻ്റെ പാത്ത് ഞാൻ ചൂസ് ചെയ്യും. ലൈക്ക് വാട്ട് എവർ ഡിസിഷൻ ഐ ഹാവ് ടു മേക്ക് റിഗാർഡിങ് മൈ കരിയർ, ഞാൻ അത് ചൂസ് ചെയ്യും. ഇപ്പോൾ ട്രേഡിങ്ങും നിറയെ വീട്ടിൽ ദേ വിൽ നെവർ അഗ്രി. നീ എന്തെന്നെ പറഞ്ഞാലും they think it's actually ഒരു ജോബ് അല്ല, അതൊരു കരിയർ അല്ല എന്നുള്ള ഒരു തോട്ട്. അത് അവരെ കുറ്റം പറയാൻ പറ്റില്ല. ലൈക്ക് അവർ പറയുന്ന സാഹചര്യത്തിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഇല്ല. അത് ശരിയാ. ഇപ്പൊ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പൊ പുതിയതായിട്ട് കാണുന്ന പാരന്റ്സിനൊക്കെ ട്രേഡിങ് ആസ് എ കരിയർ ആയിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആയിട്ട് കാണുന്നതാണ് എപ്പോഴും ഞാൻ പറയാ. ആസ് എ ബിസിനസ് അത് കാണാൻ പറ്റും. പക്ഷെ എനിക്ക് ഇപ്പോഴും ഐ സ്റ്റിൽ വർക്ക് ഫുൾ ടൈം. ആൻഡ് ഞാൻ വർക്ക് ചെയ്യണം ബിക്കോസ് അത് ഗെയിമിങ് ഇഷ്ടമായ കാരണമാണ്. ഞാൻ എന്നെ കൊണ്ട് ആകണം. ലൈക്ക് ഐ സ്റ്റിൽ വർക്ക് അണ്ടിൽ എനിക്ക് ഇവരോട് അതിൽ ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്,
എന്താ പറയാ, ഒരു ഫുൾ ടൈം ട്രേഡർ ആവണം. ഇപ്പോൾ പേഴ്സണലി ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, ബ്രോ ഇങ്ങനെ ഞാൻ ജോലി നിർത്തി. ഇപ്പൊ ഇന്നലെ കൂടെ എനിക്കൊരു ഇൻസ്റ്റയിൽ ഒരു മെസ്സേജ് വന്നുള്ളൂ. ഒരാളിങ്ങനെ ചോദിക്കുകയാണ്, ഞാൻ ദുബായിലാണ്, അപ്പോൾ എനിക്ക് ഇത്ര ഇപ്പൊ സേവിങ്സ് ഉണ്ട്, പിന്നെ കുറച്ച് വളരെയധികം ബുദ്ധിമുട്ടുകളും ഉണ്ട്, ഡെപ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോസ് കാണാറുണ്ട്. അപ്പോൾ ഞാനിത് ഒരു മടുത്തു. എനിക്ക് ദുബായിൽ വർക്ക് ചെയ്ത് എനിക്ക് മടുത്തു. എനിക്ക് നാട്ടിൽ വന്നിട്ട് ഫാമിലിയോടെ സെറ്റിൽ ആവണം. അപ്പോൾ സെറ്റിൽ ആകുമ്പോൾ ട്രേഡിംഗ് എന്നൊരു കരിയറായിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുമോ, അതായത് വേറെ ജോലികളൊന്നും ഇല്ലാതെ ഫുൾ ടൈം ട്രേഡിംഗ് മാത്രമായിട്ട് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ എനിക്കിങ്ങനെ പേഴ്സണലി മെസ്സേജ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിന്റെ തോട്ട് എന്താ, എങ്ങനെയാണ് നമ്മൾ അങ്ങനത്തെ ആൾക്കാരോട് പറ്റും? പിന്നെ അഗൈൻ പൈസ എത്ര സേവിങ് ഉണ്ട് അതൊക്കെ കണക്ക് കൂട്ടി നിങ്ങൾക്ക് എന്നെ ചോദിച്ചാൽ ഒരു കൊല്ലത്തിന് യു ഹാവ് ടു ഹാവ് സേവിങ്സ് ടു റൺ യുവർ നോർമൽ ലൈഫ് അപ്പാർട്ട് ഫ്രം വാട്ട് യു ക്യാൻ റിസ്ക് ഇൻ ട്രേഡിങ്. ഇത് ആദ്യം മസ്റ്റാണ്. പിന്നെ ട്രേഡിങ് പലതിലും ചെയ്യാം. ഫോറക്സ് ചെയ്യുക, സ്റ്റോക്സ് ചെയ്യുക, ഇന്ത്യൻ മാർക്കറ്റ് ചെയ്യുക, ഓപ്ഷൻസ് ചെയ്യുക, പ്രോഫോം ട്രേഡിംഗ് ചെയ്യുക, ക്രിപ്റ്റോ ചെയ്യാം. ക്രിപ്റ്റോ അഗൈൻ ഇപ്പോൾ ഇവിടെ നിന്ന് ദുബായിൽ നിന്ന് ചെയ്യുകയാണെങ്കിൽ ക്രിപ്റ്റോ ഇസ് വെരി ഗുഡ്. സോ നിങ്ങൾ ചൂസ് ചെയ്യുക നിങ്ങൾക്ക് എന്ത് പ്ലാറ്റ്ഫോം ആണെന്നുണ്ട്. പിന്നെ ഒരു കൊല്ലത്തിൻ്റെ നിങ്ങളുടെ സേഫ് ആക്കണം. പക്ഷേ ബിക്കോസ് യു ഡോണ്ട് ഹാവ് ടു റിസ്ക് യുവർ ലൈഫ് ഇൻ ടു ദറ്റ്. നിങ്ങൾക്ക് ഒരു ബാക്കപ്പ് വേണം എപ്പോഴും. എനിക്ക് ഓപ്പണായി പറഞ്ഞാൽ എനിക്ക് എൻ്റെ സാഹചര്യത്തിൽ എനിക്ക് വലിയ കമ്മിറ്റ്മെന്റ്സ് ഉണ്ടായിരുന്നില്ല. ലൈക്ക് എൻ്റെ പാരൻസ് ആണ് എൻ്റെ എഡ്യൂക്കേഷൻ പേ ചെയ്തത്. എനിക്ക് ലോണൊന്നും ഉണ്ടായിരുന്നില്ല. ജോബിനും ഐ ഡോണ്ട് ഹാവ് ടു ടേക്ക് കെയർ ഓഫ് മൈ പാരൻസ്. ലൈക്ക് ദേ ആർ ഗുഡ് ഓഫ്. ഞാൻ എപ്പോഴെങ്കിലും എന്തെങ്കിലും ചെയ്താൽ ദേ ആർ വെരി ഹാപ്പി. എനിക്ക് വലിയ കമ്മിറ്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ അത് ഞാൻ കൊണ്ടുവന്നിട്ട് മാത്രമാണ്. ലൈക്ക് എൻ്റെ ലൈഫ് സ്റ്റൈലും എൻ്റെ ചോയ്സസ് ഇൻ ലൈഫാണ്. സോ ആ വിധത്തിൽ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ. സോ അത് നിറയെ പേർക്ക് ആ ഭാഗ്യമില്ല. ദേ ഹാവ് ടു ലുക്ക് അറ്റ് ദെയർ പാരൻസ്. സോ ആ കമ്മിറ്റ്മെന്റ് ദേ ഹാവ് ടു ഫസ്റ്റ് സോർട്ട് ഇറ്റ് ഫോർ എ ഇയർ. ഓക്കെ, പോയാലും തിരിച്ചെനിക്ക് ലൈഫ് തിരിച്ച് പോകാൻ പറ്റും. അങ്ങനെ മാത്രമേ ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ. ഇത് ഫുള്ള് ഇതിൽ ഓൾ ഇൻ ഞാൻ ചെയ്യാൻ ഒരിക്കലും ആരും അഡ്വൈസ് ചെയ്യില്ല. ഒരു കാര്യം ചെയ്യരുത് അല്ലേ, ഫുൾ പൈസ എടുത്ത് ഞാൻ എൻ്റെ ലൈഫ് റിസ്ക് ചെയ്യും. ബിക്കോസ് ആദ്യം ട്രേഡിംഗിൽ ആവശ്യം മൈൻഡ് ഷുഡ് ബി ക്ലിയർ. ഇപ്പോ ഈ കോൺസ്റ്റന്റ് എനിക്ക് ഈ മാസം ഇത് 1 ലക്ഷം എനിക്ക് ഇല്ലെങ്കിൽ എന്റെ വീട്ടില് അടയ്ക്കാൻ പറ്റില്ല പറഞ്ഞാൽ യു കാൻ ഡു എനിത്തിങ്. യു വിൽ മേക്ക് കോൺസ്റ്റന്റ് ലോസസ്. ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ മൈ വെരി ഗുഡ് അഡ്വൈസസ് ഹാവ് മണി ടു സെക്യൂർ വാട്ട് എവർ യുവർ കറന്റ് ലൈഫ് സ്റ്റൈൽ ഇസ് ഫോർ 1.5 year. ഇത് വർക്കൗട്ട് ആയില്ലെങ്കിലും യു ക്യാൻ ഗോ ബാക്ക് ടു യുവർ നോർമൽ ലൈഫ്. ഇത് ആദ്യം മസ്റ്റാണ്. വന്നു കഴിഞ്ഞാൽ ദെൻ ചൂസ് യുവർ പാത്ത്. ലൈക്ക് ഏതാണ് എനിക്ക് ബെസ്റ്റ് സൂട്ടഡ്, ഏത് വേണം ചൂസ് ചെയ്യും. ചൂസ് ചെയ്തിട്ട് അതിൽ എങ്ങനെ ആരെങ്കിലും ലൈക്ക് എന്നെ ചോദിച്ചാൽ തനിയെ വാക്ക് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടെ വാക്ക് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ ഫാസ്റ്റ് ടൈം പോവുക. ഫൈൻഡ് സം വൺ ലൈക്ക് മെൻറ്റർ ഇസ് ഗുഡ്. നിന്നെക്കാട്ടിലും നന്നായി ബെറ്റർ ചെയ്തതിൽ ലൈക്ക് സി അഗൈൻ മെൻറ്റർഷിപ്പ് ഞാൻ ഇപ്പോൾ പറയാം, ചില മെൻറ്റേഴ്സ് വിൽ ചാർജ് വെരി ഹൈ. പണ്ടൊക്കെ എൻ്റെ തോട്ടും സെയിം ആയിരുന്നു. അയ്യോ എന്തിനാണ്, പക്ഷെ യു ആർ ഗെറ്റിംഗ് വാട്ട് ദേ ഹാവ് ബീൻ ത്രൂ. ദാറ്റ് വിൽ ഹെൽപ്പ് യു അ ലോട്ട് ഇൻ ദ ലോങ് റൺ. അല്ല, മെന്റർഷിപ്പിന്റെ കേസിൽ പറയുവാണെങ്കിൽ എന്നറിയോ, ലൈക്ക് നമ്മളൊരു പഠിക്കുന്ന ഒരു സ്കില്ലാ അല്ലെ, ട്രേഡിംഗ് എന്ന് പറഞ്ഞൊരു സ്കില്ലാ. ഡെഫിനറ്റ്ലി നമുക്ക് മണീനെ മാനേജ് ചെയ്യാനും അല്ലെങ്കിൽ ആസ് എ ബിസിനസ് ആയിട്ട് കാണുന്നതും പ്രോപ്പർലി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സ്കില്ലാണ്. സ്കില്ല് പഠിക്കാൻ ഡെഫിനറ്റ്ലി എന്തായാലും ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങളൊക്കെ എന്തായാലും കൊടുക്കാം. പക്ഷെ നമ്മുടെ ചിന്താഗതി കുറച്ച് ഡിഫറെന്റ് ആണ്. ലൈക്ക് ഞാനും ഹോണസ്റ്റായി പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ആലോചിച്ചു, ഇയാൾ എന്തിനാണ് ഇപ്പോൾ എനിക്ക് ഫോറക്സ് എനിക്കറിയാം, ഞാൻ ട്രേഡ് ചെയ്യുക, ഇയാൾ എന്തിനാണ് എനിക്ക് 1 ലക്ഷം ചാർജ് ചെയ്യുന്നത്? അല്ലെങ്കിൽ എനിക്കൊരു ട്രേഡർ ഞാൻ കണ്ടിട്ടുണ്ട് US ഹി ചാർജസ് $3,000 ഫോർ 1 month 14 days ബൂട്ട് ക്യാമ്പ് ഓർ 1 month ബൂട്ട് ക്യാമ്പ്. എൻ്റെ ഫ്രണ്ട് ജോയിൻ ചെയ്തു. ഞാൻ എന്തിനാണ് ജോയിൻ ചെയ്യുന്നത്? എൻ്റെ ഫ്രണ്ട് ജോയിൻ ചെയ്തു. അവൻ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു, അത് എനിക്കും പറഞ്ഞു തന്നു, വിച്ച് ഇസ് വെരി ഗുഡ്. ഞാൻ ആലോചിച്ചു, ഞാനും ചെയ്തിരിക്കാം അങ്ങനത്തെ. പക്ഷെ $3,000 സ്റ്റിൽ ബിഗ് മണി. എനിക്ക് ഞാൻ ഇത്രയും പേ ഔട്ട് എടുത്താലും ആ $3,000, പക്ഷെ ഞാൻ അപ്പോൾ തോന്നുന്നു ഞാൻ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വാട്ട് എവർ പേ ഔട്ട് ഞാൻ എടുത്തത് ഞാൻ ഒരു 5x or 10x ആക്കി എടുക്കാൻ പറ്റിയാണ്. സോ ഞാൻ ഇപ്പോഴും ഓപ്പൺ ടു ലൈക്ക് ടു ടേക്ക് മെന്റർഷിപ്പ് സമ്മൺ ഈസ് ഡൂയിങ് ബെറ്റർ ദാൻ മീ. സോ അങ്ങനെയാണ് ഇപ്പൊ എന്റെ മൈൻഡ് സെറ്റ് മാറിയത്. ഞാനായാലും ഇപ്പൊ പുതിയത് പഠിക്കാനായിട്ട് നമ്മളെ റീഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. പക്ഷെ മെന്റർ ചൂസ് ചെയ്യുന്നത് ഗുഡ് ആയിരിക്കും. ചില മെന്റർ വല്ലാത്ത അഗ്രസീവ് ആയിരിക്കും, ചില മെന്റർ വല്ലാത്ത ലൈക്ക് പൈസ വാങ്ങിച്ചിട്ട് നോ ഷോ ആയിരിക്കും. അങ്ങനെയും ചില കുറെ പേരുണ്ട്. സോ ഐ വുഡ് റെക്കമെൻഡ് യു ടു ചൂസ് സമൺ ലൈക്ക് ഡു യുവർ റിസർച്ച്, ടോക്ക് ടു ദം. ലൈക്ക് ചില പേര് അക്സെപ്റ്റേ ചെയ്യില്ല, അത് അവരുടെ പേഴ്സണൽ ഒപ്പീനിയൻ. മേ ബി യുവർ ടൈം ഇസ് ബാഡ്. അതൊരു ടോട്ടലി ഡിഫറെന്റ് ആസ്പെക്ട് ആണ്. സോ ഫസ്റ്റ് തിങ് ഇസ് ലൈക്ക് മെന്റർ കിട്ടിയില്ല, ബേസിക്സ് പഠിക്കുക, ദെൻ സെയിം പ്ലാൻ സ്റ്റാർട്ട്. പക്ഷെ ബാക്കപ്പ് എപ്പോഴും വേണം. ബാക്കപ്പ് ഇല്ലാണ്ട് ഇതിൽ വരെ നടക്കില്ല.
ആസ് ഐ സെഡ് മൈൻഡ് ക്ലാരിറ്റി ഓഫ് മൈൻഡ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ഡെപ്റ്റിലുണ്ടെങ്കിൽ ആ മൈൻഡ് അത് അത് എപ്പോഴും കണ്ടിന്യൂസ് തോട്ട് വരും. അതെ, ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒരു ട്രേഡും പ്ലേസ് ചെയ്യാൻ പറ്റില്ല, വെറുതെ പൈസ കളയുന്നത് മാത്രമേ. അതെ അതെ. ഇപ്പൊ ഞാനായാലും ബ്രോ ആണെങ്കിലും നമ്മൾ രണ്ടുപേരും ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ബ്രോ വർക്ക് ചെയ്യുന്നുണ്ട്, എനിക്കാണെങ്കിൽ വേറെ ബിസിനസ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഓവർസീസ് കൺസൾട്ടൻസി ഉണ്ട്, അതിലെ ഒരു ഇൻകം വരുന്നുണ്ട്. ബ്രോനാണെങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു ഇൻകം വരുന്നുണ്ട്. പാരലലി നമ്മൾ ട്രേഡിങ് ഫുൾ ടൈം ആയിട്ട് തന്നെ ഓൾമോസ്റ്റ് ഫുൾ ടൈം എന്ന് പറയാം അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ഇൻകത്തിൽ നിന്ന് എന്തെങ്കിലും വന്നാലും കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. ലോസ് ആയാലും നമ്മൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. അതെ അതെ, നമ്മുടെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ട്രേഡിങ് ഒരു ഫുൾ ടൈം കരിയറായിട്ട് കൊണ്ടുപോകണം എന്ന് നോക്കുന്ന ഒരാളെന്നെങ്കിൽ എപ്പോഴും ഒരു നല്ലൊരു എമർജൻസി ഫണ്ട് സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ബാക്കിയുള്ള ഡെപ്റ്റ്സ് ഒക്കെ കുറച്ചിട്ട് വേണം ഒരു നല്ലൊരു ക്യാപിറ്റൽ, ഒരു നല്ല ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ബിൽഡ് ചെയ്തിട്ട് ഫുൾ ടൈം ആയിട്ട് ചെയ്യുക. പിന്നെ നമുക്കും ഒരു പേഴ്സണൽ കോൺഫിഡൻസ് വരുമല്ലോ. ഇല്ലെങ്കിൽ പ്രോഫോം ആണെങ്കിൽ ഇതിലാണ് പ്രോഫോം ഇസ് വെരി ഗുഡ്. ഈ പ്രോഫോംസിന്റെ ഇതിലെങ്ങനെ, അതായത് ഇപ്പൊ ഒരു ക്യാപിറ്റൽ ഇല്ലാത്ത ഒരാൾക്ക് എങ്ങനെ ഒരു ഫണ്ടഡ് ആവുക, അല്ലെങ്കിൽ ഒരു പ്രോഫോംസ് എങ്ങനെ അഡ്വാൻറ്റേജ് ചെയ്യാം എന്ന് പറയും. എക്സാക്ട്ലി, ഇത് സോൾവ് ചെയ്യാനാണ് പ്രോഫോംസ് ആർ ദേർ. അവർക്ക് ഫണ്ട് തന്ന് ലൈക്ക് നിന്നെ സെക്യൂർ ആക്കിയിട്ട് നോട്ട് റിസ്കിങ് മോർ, ദാറ്റ്സ് ദ ഹോൾ കോൺസെപ്റ്റ്. സോ ഇതിന് എന്ത് ചെയ്യുന്ന വെച്ചാൽ മാസം യു അലക്കേറ്റ് സംതിങ് ഫോർ ഓൺലി പ്രോഫോം, അത് ടാർഗറ്റ് ചെയ്ത് ട്രേഡ് ചെയ്യുക. അത് എളുപ്പമില്ലാത്ത കാര്യമില്ല. യു ഹാവ് ടു മേക്ക് ഇറ്റ് എസ് എ ഹാബിറ്റ്. സ്ലോലി അത് ഇമ്പ്രൂവ് ആയി പ്രോഫോമിൽ നിങ്ങൾ അലക്കേറ്റ് ആക്കാൻ നോക്കുക. എന്നെ ചോദിച്ചാൽ ഇന്ത്യയിൽ ജീവിക്കാൻ ഇപ്പോൾ മാസം ഒരു 1.5 lakhs, ലൈക്ക് ഇന്ത്യയിലല്ല, സോറി, മേ ബി കേരളത്തിൽ എനിക്ക് കൊച്ചിയിൽ ബാംഗ്ലൂരിൽ എനിക്ക് തോന്നുന്നു മിനിമം ലൈക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഫാമിലി ഓഫ് 2 എനിക്ക് ഒരു സിറ്റിയിൽ മിനിമം ഒരു 1 lakh ആവശ്യമുണ്ട്. ഓപ്പണായി പറഞ്ഞു, ലൈക്ക് ഒരു ബെയർ മിനിമം ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാൻ 1 lakh എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് $1,300 ഇൻ പേ ഔട്ട്സ് ആണ്. സോ സത്യം പറഞ്ഞാൽ ഒരു 100K അക്കൗണ്ടിൽ ഇഫ് യു ആർ ഏബിൾ ടു ടേക്ക് ഓൺലി 1 പേ ഔട്ട് വിത്ത് യുവർ ഗുഡ് സ്ട്രാറ്റജി ആൻഡ് ഗുഡ് മൈൻഡ് സെറ്റ് ഓർ 1-2% പേ ഔട്ട്, യു ആർ മേക്കിംഗ് ദാറ്റ്. ഓക്കെ, സോ അതൊരു ബെനിഫിഷ്യൽ ആണ്. സോ അത് അച്ചീവ് ചെയ്യാൻ യു ഹാവ് ടു അഗെയിൻ സ്പെൻഡ് സം 30,000 ആൻഡ് ഇറ്റ്സ് നോട്ട് എ വൺ ടൈം തിങ്. ഇപ്പോൾ ഈ 30,000 നീ സ്പെൻഡ് ചെയ്ത് അക്കൗണ്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇഫ് യു ആർ ലേണിംഗ് ദാറ്റ് സ്കിൽ ആൻഡ് യു ആർ ഏബിൾ ടു ഡു ദാറ്റ്, ആൻഡ് അഗെയിൻ എല്ലാ മാസവും ഇത് ഉണ്ടാക്കാൻ പറ്റില്ല, എല്ലാ ദിവസവും ഉണ്ടാക്കാൻ പറ്റില്ല, ആദ്യം മനസ്സിലാക്കണം. ഓക്കെ, മേ ബി ഒരു മാസം എനിക്ക് 10% ഉണ്ടാക്കാം, മേ ബി ഒരു മാസം എനിക്ക് അത് പോയി കിട്ടാം. സോ ഇത് വല്ലാത്ത അൺസർട്ടൻ ആണ്. പക്ഷേ എൻ്റെ ഒരു തോട്ട് പ്രോസസ് ഉണ്ട്. ഓക്കെ, എനി ട്രേഡ് യു ടേക്ക് ദർ ഇസ് 50% ചാൻസ് ഓഫ് വിന്നിങ് ഓർ ലൂസിങ്. കറക്റ്റ്, ഇറ്റ്സ് ലൈക്ക് എ കോയിൻ ഫ്ലിപ്പ്. ഓക്കെ, നൗ വാട്ട് ട്രേഡേഴ്സ് ഡു, ദേ അനലൈസ് with their strategy and everything, they'll increase that 50% chance. അതെ, പ്രോബബിലിറ്റി അല്ലേ, പെർസെന്റേജ്. ഇല്ല, അതിലാണ് നമ്മുടെ എഡ്ജ് ഉള്ളത്. സോ ഈ എഡ്ജ് ആണ് നിങ്ങൾ ഫിഗർ ഔട്ട് ചെയ്യേണ്ടത്. ഒവ്വൊരു ആൾക്കും ഒവ്വൊരു എഡ്ജും ഒവ്വൊരു ട്രേഡിംഗ് സ്റ്റൈലും ആണ് ഞാൻ ബിലീവ് ചെയ്യുന്നത്. സോ അത് ഞാൻ സ്പെഷ്യലി ഇപ്പോഴും ബിലീവ് ചെയ്യുന്നത് എല്ലാവരുടെ ട്രേഡിംഗ് സ്റ്റൈൽ ഡിഫറെന്റ് ആണ്, എല്ലാവരുടെ ടൈം ലൈനും ഡിഫറെന്റ് ഇൻ ദ വേൾഡ്. സോ എനിക്ക് എൻ്റെ ഫോഴ്സ്ഫുള്ളി ഒരാൾക്ക് ഇതാണ് ട്രേഡിംഗ് ഇങ്ങനെ തന്നെ ചെയ്യാൻ പാടില്ല ഞാൻ ഒരിക്കലും പറയില്ല. അവർക്ക് എന്ത് ചെയ്യണോ, അവർക്ക് എന്ത് ഇഷ്ടമോ അത് അവർ ഫിഗർ ഔട്ട് ചെയ്ത് കണ്ടിന്യൂസ് ചെയ്യട്ടെ. സോ അത് ഫിഗർ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദേ ക്യാൻ മേക്ക് മണി, ഇസ് വാട്ട് ഐ എം ടെല്ലിങ്. സോ മന്ത്ലി അവർക്ക് 100K 3-4% ആയി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് യു ആർ ഗെറ്റിംഗ് അറൌണ്ട് 3 lakhs a month. ലൈക്ക് അതിനും റിസ്ക് ഉണ്ട്, ഇറ്റ് വോണ്ട് കം ലൈക്ക് ഇങ്ങനെ വരുന്നത്. അതായത് 10 ലക്ഷത്തിന്റെ ഒരു അക്കൗണ്ട് നമ്മുടെ ഉണ്ടെങ്കിൽ അല്ലെ, ഒരു 3% എടുക്കുകയാണെങ്കിൽ അത് അക്കൗണ്ട് വരുന്നത്. ഓക്കെ, സോ അതും നോക്കാം. ട്രേഡിംഗ് സൈക്കോളജിനെ പറ്റിയിട്ട് ബ്രോക്ക് എന്താ പറയാനുള്ളത്? അതായത് ട്രേഡിംഗ് സൈക്കോളജി ഇമ്പോർട്ടൻ്റ് ആണോ, അതുപോലെ റിസ്കിനെ മാനേജ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണോ ട്രേഡിംഗ് നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ? സോ രണ്ടും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്നും മിച്ചമല്ല. രണ്ടും ഒരു കോമ്പിനേഷനിൽ പോകണം, എന്നാലും മാത്രമേ നമ്മൾക്ക് സക്സസ്ഫുൾ ആയിരിക്കാൻ പറ്റുള്ളൂ. സൈക്കോളജി ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഓഫ് ഹൗ വി ആർ ട്രേഡിങ്. നമ്മുടെ മൈൻഡ് ക്ലിയർ ആയിരിക്കണം. ലൈക്ക് ഒരു ആങ്സൈറ്റിയോ ഒരു ഡിപ്രസ് സ്റ്റേറ്റിലോ നമ്മൾക്ക് എല്ലാം വരും. അത് കുറച്ച് സ്ലോ ബിൽഡപ്പ് ആവണം ടോളറൻസ്. അപ്പോൾ ആദ്യം ഒരാൾക്ക് ട്രേഡ് എടുക്കുമ്പോൾ സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാൽ ഒരു വിഷമം ഉണ്ടാകും. അത് എല്ലാവരും എക്സ്പീരിയൻസ്. അതേ ലൈവ് അക്കൗണ്ടിൽ അത് ഒരു 10x or 50x ആയിരിക്കും, ഒന്നും ചെയ്യാൻ തോന്നില്ല, ചിലപ്പോൾ എക്സ്ട്രീം ആയിരിക്കും. സോ പക്ഷെ അത് സ്ലോലി ബിൽഡാകും. പിന്നെ ഇതിനാണ് ഞാൻ പറഞ്ഞ ഒരു മെൻറ്ററോ സപ്പോർട്ടോ ഉണ്ടെങ്കിൽ യു ക്യാൻ ടോക്ക് ടു ദം. യു ക്യാൻ ടോക്ക്. ഇപ്പോൾ ഇതേ എനിക്ക് SL അടിച്ച് കഴിഞ്ഞാൽ എനിക്ക് വിഷമമായ എൻ്റെ പാരൻസിൻ്റെ അടുത്ത് ഒന്നും അവർ പറഞ്ഞ് മനസ്സിലാകില്ല, എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. ഐ ഹാവ് എ ഡോഗ്, ഹീ വിൽ അണ്ടർസ്റ്റാൻഡ്. സോ പക്ഷെ മറ്റവരൊന്നും അണ്ടർസ്റ്റാൻഡ് ആകില്ല. സോ ഇതിനാണ് ലൈക്ക് ഇറ്റ്സ് ബെറ്റർ ടു ട്രേഡ് someone to like who has similar mindset and who really wants to see you successful. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നിന്റെ ലൈഫോ വർക്കോ സ്ട്രെസ്ഡ് ആണെങ്കിൽ അന്ന് ട്രേഡ് എടുക്കണ്ട, അന്ന് ലെറ്റ് ഇറ്റ് ഗോ. മാർക്കറ്റ് എപ്പോഴും മാർക്കറ്റ് അവിടെ ഉണ്ടാവും, സാറ്റർഡേ സൺഡേ ഒഴിച്ച് മാർക്കറ്റ്. സോ എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിക്കൊണ്ടേയിരിക്കും. പക്ഷെ അന്ന് ലോസ് ആക്കി കഴിഞ്ഞ് ആ അക്കൗണ്ടോ ഓർ യുവർ പേഴ്സണൽ
psychology will get bad. Maybe ഞാനത് എല്ലാവരുടെ പറയാറുള്ള കാര്യം, അതായത് നമ്മള് മാർക്കറ്റിൽ നിന്ന് ഔട്ടാവും, മാർക്കറ്റ് അവിടെ ഉണ്ടാവും, എപ്പോഴും ഉണ്ടാവും. സോ മാർക്കറ്റ് ഇസ് ഇറ്റ് വിൽ ഡു ഇസ് തിങ്സ് എവറി ഡേ, റൈറ്റ് ഓർ റോങ് അത് നമ്മുടെ മുകളിലാണ്. ഓക്കെ, സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്. സൈക്കോളജി ഇസ് വെരി വെരി പ്രൈമറി, ഹൗ യു അപ്രോച്ച് ദ മാർക്കറ്റ്. ഇപ്പോൾ ഫുൾ ടൈം ജോബ് ആണെങ്കിൽ അപ്സ് ആൻഡ് ഡൗൺസ് എപ്പോഴും ഉണ്ടാവും. ജസ്റ്റ് തിങ്ക് ഇറ്റ് ഓഫ് ഇറ്റ്സ് എ ഡൗൺ ഡേ, അത്രേ ഉള്ളൂ, തിരിച്ചു വരാം. അപ്പോൾ അക്കൗണ്ട് ഇപ്പോൾ നൗ കംസ് ടു റിസ്ക് ടു റിവാർഡ്. സോ റിസ്ക് ടു റിവാർഡ് ഇസ് ഓൾസോ ഈക്വലി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ചില പേരുടെ സ്റ്റൈലിന് 1:1 ആയിരിക്കാം. ദാറ്റ് മീൻസ് റിസ്ക് ടു റിവാർഡ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്ര റിസ്ക് ചെയ്യും, ഇത്ര നിങ്ങൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 100 രൂപ ഞാൻ റിസ്ക് ചെയ്യാണ്, എനിക്ക് 1:2 ആണെങ്കിൽ അത് 200 രൂപയാണ്. 1:1 ആണെങ്കിൽ 100 രൂപ റിസ്ക് ചെയ്ത് 100 രൂപ എടുക്കുക. ചില പേര് എൻ്റെ പേഴ്സണലി എനിക്ക് 1:4 ആണ്. 1:4 അല്ലെങ്കിൽ 1:3, 100 രൂപ ഞാൻ റിസ്ക് ചെയ്യണമെങ്കിൽ 300 അല്ലെങ്കിൽ 400. ഇതാണ് എൻ്റെ റിസ്ക് ടു റിവാർഡ്. ചില പേരുണ്ട് 1:40, ചില പേര് 1:25. അത് ഓരോരുത്തരുടെ സ്റ്റൈല് പോലെ. അപ്പൊ ചില പേര് 1:1 ആണ്. ഇപ്പൊ ഞാൻ 2-3 ട്രേഡർ ഇപ്പോൾ ഞാൻ ഇടയ്ക്ക് മീറ്റ് ചെയ്തായിരുന്നു. ഐ വാസ് അമേസ്ഡ് ബൈ ഹൗ ദേ ആർ ട്രേഡിംഗ്. They are scalpers and they target 1:1. They will enter a trade at risking some $100. They will take 200, they will close, but they are disciplined. ദിസ് ഇസ് വേർ ദ സൈക്കോളജി കംസ് ഇൻ. ചില പേര് ഇപ്പോൾ 1:1 വെക്കും, പക്ഷെ അത് എത്തുമ്പോൾ ഞാൻ വിചാരിക്കും ഇതിൻ്റെ മുകളിൽ പോകണ്ടല്ലേ, താഴത്ത് പോകണ്ടല്ലേ, ഞാൻ പിടിക്കാം. 1:2 ഇപ്പോൾ അത് 300 ആകും, 400 ആകും. ഇതിലാണ് സൈക്കോളജി. ഗ്രീഡ് ആൻഡ് മാർക്കറ്റ് വിൽ മാർക്കറ്റ് വിൽ ഹംബിൾ യു. ഓക്കെ, അപ്പോൾ ഇപ്പൊ പ്രശ്നം എന്താ അറിയോ? ഇപ്പൊ 100 കിട്ടി, 100 റണ്ണാണ്ട്, പക്ഷെ നിന്റെ പ്ലാൻ 1:1 ആയിരുന്നു, പക്ഷെ നീ ക്ലോസ് ചെയ്തില്ല. 1:2 പോട്ടായിരുന്നു പറഞ്ഞ വെയിറ്റ്, ക്ലോസ് ചെയ്തില്ല. 1:400 പോയിക്കൊണ്ടിരിക്കുന്നു, അപ്പോഴും നീ ക്ലോസ് ചെയ്തില്ല. മാർക്കറ്റ് അതെല്ലാം എടുത്ത് 0 ആക്കും അപ്പൊ തന്നെ. അപ്പോ വരും ഒരു ഇത് യുവർ മെന്റാലിറ്റി വിൽ കംപ്ലീറ്റ്ലി ചേഞ്ച്. അയ്യോ 100 എനിക്ക് വന്നതും പോയി, 400 പോയി, പിന്നെ റിസ്ക്, പിന്നെ നീ ട്രേഡിൽ നിന്റെ എല്ലാം തകർന്നുണ്ടാവും. ഇപ്പൊ എനിക്ക് ആ $100 എനിക്ക് $400 തിരികെ പിടിക്കണമായിരിക്കും മൈൻഡ്. അപ്പൊ നീ 500 റിസ്ക് ചെയ്യും, പിന്നെ അത് പോകും, പിന്നെ 1000 റിസ്ക് ചെയ്യും. സോ ഇപ്പോഴാണ് കുറെ അക്കൗണ്ട്സ് പോയി കിട്ടണത്. ഇപ്പൊ എന്റെ ഐ സ്റ്റാർട്ടഡ് മെന്റർഷിപ്പ് വെരി റീസെന്റ്. എൻ്റെ whoever I've joined, എൻ്റെ മെയിൻ പറയാ, നിങ്ങൾ റിസ്ക് റിവാർഡ് നിങ്ങൾ എന്ത് വേണമെങ്കിൽ സ്ട്രാറ്റജി യൂസ് ചെയ്തോ, എന്ത് വേണമെങ്കിൽ ചെയ്തോ, എനിക്ക് പ്രശ്നമില്ല, പക്ഷെ റിസ്ക് ടു റിവാർഡ് നിങ്ങൾക്ക് മാസ്റ്റർ ചെയ്യണം. അത് ചെയ്താൽ തന്നെ യു വിൽ ബി എ വെരി പ്രോഫിറ്റബിൾ ട്രേഡർ ഇൻ ദ ലോങ് റൺ. വിന്നിംഗ് റേറ്റ് കുറവാണ്. ഫോർ എക്സാമ്പിൾ ഇത് ബെറ്റർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് 1:3 ആണെന്ന് വെച്ചോ നിന്റെ, ദാറ്റ് മീൻസ് യു ആർ റിസ്കിങ് $100 ടു മേക്ക് $300. നീ 10 ട്രേഡ് എടുക്കണം. 10 ട്രേഡിൽ യു ആർ റിസ്കിങ് ഓവറോൾ $1,000. സോറി, കറക്റ്റ്, $1,000. 10. ഓക്കെ, സോ അതിൽ 7 വർഷം യു ആർ ഇൻ ലോസ്. ദാറ്റ് മീൻസ് യു ആർ ലൂസിങ് $700. അതിൽ 7 വർഷം യു ആർ ഇൻ വിന്നിംഗ് റേറ്റ്. ദാറ്റ് ഈസ് യു ആർ മേക്കിംഗ് $900. സ്റ്റിൽ യു ആർ $200 പ്രോഫിറ്റ്. $200 3 വട്ടം. 3 വട്ടം എന്ന് പറഞ്ഞാൽ മേ ബി കറക്റ്റ് ഓൺലി. യുവർ ടാർഗറ്റ് ഇസ് 1:3, 300, $900. You lost 700, you won 900. So you made 900. That is difference of plus 200. So even with 30% winning rate of 10 tries, you are still profitable. With good risk to reward. 7 വട്ടം നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ചാലും 3 വട്ടം ടാർഗറ്റ് അടിച്ചാൽ മതി ഓവറോൾ നമ്മൾ പ്രോഫിറ്റബിൾ ആവാൻ. പക്ഷെ ഇത് 2 വട്ടം അടിച്ചാലും മതി. ഇഫ് യു ആർ ദെൻ 10 വട്ടം അടിക്കണം, 30% വളരെ ഏറ്റവും ലോയിലാണ്. പക്ഷെ 10ന് 10 അടിക്കണമെങ്കിൽ then something is wrong with your trading strategy. Okay, അത്രയും മോശമായിട്ട് if your entries is bad, then you have to sit and fix what exactly the issue is your strategy. മെയിൻലി പറഞ്ഞ ഇഷ്യൂ സ്ട്രാറ്റജിയിലായിരിക്കില്ല, ഇഷ്യൂ അബൌട്ട് മെയിൻലി സൈക്കോളജി. ഇത് എത്ര പേര് കമന്റ് ചെയ്യുന്നറിയില്ല, they can relate. This is mainly because of greed and psychology. They are not sticking with what they have decided. ഇത് ആദ്യം ഫിക്സ് ചെയ്ത് തന്നെ നമുക്കൊക്കെ ഇപ്പൊ ഒരുപാട് പേര് പറയുന്നതാണ്, അതായത് നഷ്ടം വരുമ്പോ ഞാൻ ഒരുപാട് പിടിച്ചിരിക്കും, ലാഭമാണെങ്കിലും ഇത് കേറണ തന്നെ ലാഭമല്ലേ എന്നപ്പോ അങ്ങോട്ട് വിൽക്കാൻ വേണ്ടി വിൽക്കും, അതിന് ശേഷം മാർക്കറ്റ് മേലെ പോവും. അപ്പൊ മുകളിൽ പോകുമ്പോ ചില പേര് അയ്യോ ഞാൻ പിന്നീട് അതില് പോവും. സോ അതാണ് ഇത്. നിങ്ങൾ ഒരു ഇത് ബേസിക്കലി പുതിയതായിട്ട് ഇൻഡസ്ട്രിയിൽ വരുന്ന കുറച്ച് പ്രാക്ടീസ് ആവാത്ത ഒരു ആളുകൾക്ക് ഫേസ് ചെയ്യുന്ന ഒരു കാര്യം. ഇത് 2 വിധത്തില് പോവാ. നമ്മൾ തന്നെ കുറെ എടുത്ത് അത് ടൈം ആവും, പൈസ പോവും, ടൈം പോവും, നിങ്ങളുടെ എഫേർട്സ് എല്ലാം പോവും. സോ ഇത് കുറച്ച് ഇതൊക്കെ എല്ലാവർക്കും എനിക്കായാലും ഇപ്പോ ബ്രോനായാലും എല്ലാവർക്കും ഇത് ഫേസ് ചെയ്തിട്ടുള്ള ഇഷ്യൂ തന്നെയാണ് അല്ലേ, അതിനെ ഓവർകം ചെയ്യാന്നുള്ളത് മാത്രം. അതാണ് ട്രേഡിംഗ് ഇസ് എ ഈസി വേ ടു മേക്ക് മണി, അങ്ങനെയാണല്ലോ മാർക്കറ്റിംഗ് അങ്ങനെയാണല്ലോ. പക്ഷെ ഇതൊക്കെ ദിസ് ഇസ് നോട്ട് ഈസി. ഇതില് നമ്മൾക്ക്
these are some fees which you have to pay to become successful. Other slowly you have to build up. മാർക്കറ്റിൽ എന്തായാലും ഇനീഷ്യലി വന്ന് പെട്ടെന്ന് പൈസ ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാരൊക്കെ വളരെ അല്ലേ ഇപ്പോൾ ഇൻവെസ്റ്റിങ്ങിലൂടെ നടക്കുമായിരിക്കും അല്ലെ. ട്രേഡിങ് ആസ് എ പെർസ്പെക്റ്റീവില് പെട്ടെന്ന് ക്വിക്ക് റിച്ച് സ്കീം അല്ല അത്. ഓക്കെ, അത് ട്രൂ ആണ്. ട്രേഡിംഗ് ഇപ്പോൾ ഇൻവെസ്റ്റിങ്ങും ലൈക്ക് ഐ വുഡ് റെക്കമെൻഡ് എവറി വൺ ടു കണ്ടിന്യൂ SIP ഓൺ മ്യൂച്വൽ ഫണ്ട് സ്റ്റോക്സ് ലൈക്ക് കംപ്ലീറ്റ്ലി ഗുഡ്. ഇറ്റ്സ് സംതിങ് ദേ ഹാവ് ടു അവർ എപ്പോഴും ചെയ്യേണ്ടതാണ്. ഇപ്പോൾ മന്ത്ലി ആരെങ്കിലും വർക്ക് ചെയ്യണമെങ്കിൽ ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്നത് SIP whenever they can start as low as how much they can do. എൻ്റെ ഐഡിയോളജി ഈസ് 10%. എനിക്ക് ആരും പറഞ്ഞറിയില്ല. ഞാൻ SIP സത്യം പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ഐ എം 32 റൈറ്റ് നൗ. ഞാൻ സ്റ്റാർട്ട് ചെയ്ത് 28. അതുവരെയ്ക്കും ഞാൻ ദൂരത്തടിച്ച് പൈസ ചിലവാക്കണ്ടല്ലോ. ഞാൻ കുറേ വിചാരിച്ചിട്ടുണ്ട്. എൻ്റെ പാരൻസ് എനിക്ക് പറഞ്ഞു തരാനില്ല, എൻ്റെ കസിൻസ് ആരും അത്ര ദേ വർ നോട്ട് നോയിങ് ഇറ്റ്. സോ അത് എനിക്ക് ഇപ്പോഴും ചെറുതായിട്ട് ഒരു വിഷമമുണ്ട്. ഇപ്പൊ എന്റെ അടുത്ത സെറ്റ് ഓഫ് കസിൻസ്, മൈ നെഫ്യൂസ്, ഞാൻ ആദ്യം അവർ സമ്പാദിക്കാൻ തുടങ്ങി പറഞ്ഞത് ഇൻവെസ്റ്റ് യുവർ 10 or 20% ഇൻ SIP. അത് ലോസ് ആയാലും കുഴപ്പമില്ല, മേക്ക് ഇറ്റ് എവറി മന്ത് ഒരു തുക അതിൻ്റെ ഉള്ളിൽ പോകണം. സ്റ്റോക്ക് മാർക്കറ്റ് ഓർ മ്യൂച്വൽ ഫണ്ട്. എന്റെ ഐഡിയോളജി സെയിം ആണ്. AI വരുന്നുണ്ട്, കുറെ ലൈക് ടെക് കമ്പനീസ്, ദേ വിൽ ഇവോൾവ് ഓർ ദേ വിൽ സഫർ. പക്ഷെ നമ്മുടെ ബേസിക്സ് ആയിട്ട് എപ്പോഴും റണ്ണാവും. ഇലക്ട്രിസിറ്റി, അഗ്രികൾച്ചർ, ട്രാൻസ്പോർട്ട്, മെഡിസിൻ, ഇതൊക്കെ എപ്പോഴും കുറച്ച് കാലത്തിലുണ്ടാകും. സോ ലുക്ക് ഫോർ ദീസ് കമ്പനീസ്. ഒരു നിങ്ങൾക്ക് അറിഞ്ഞില്ലെങ്കിൽ അറിഞ്ഞവരോ റീച്ച് ഔട്ട് ചെയ്ത് അവർ സജസ്റ്റ് ചെയ്യും. ബട്ട് അഗൈൻ ഡു യുവർ റിസർച്ച്. ഇത് ബ്ലൈൻഡ്ലി നമ്മളിപ്പോ ഒരു മ്യൂച്വൽ ഫണ്ട് കയറരുത്. നിങ്ങൾ ഇപ്പൊ നമ്മള് പഴയ കാലത്തിലല്ല, യൂട്യൂബ് ഉണ്ട്, എല്ലാം ഉണ്ട്, ChatGPT ഉണ്ട്. യു ക്യാൻ ആസ്ക് ഇറ്റ് റിസർച്ച്. അപ്പൊ അത് സെറ്റാക്കി അത് കണ്ടിന്യൂ ചെയ്യാൻ. സോ അതാണ് നമ്മൾ ഹൗ ടു ഗോ. എന്റെ കാലഘട്ടത്തിൽ ലൈക്ക് വെൻ ഐ പാസ്ഡ് ഔട്ട് there was nothing, no YouTube channel, ലൈക്ക് നല്ല ഒരു ചാനൽ. കോവിഡിന് ശേഷമാണ് യൂട്യൂബ് ഒക്കെ പോപ്പുലറൈസ് ആയതും കാര്യങ്ങളൊക്കെ ആയത്. സോ അത് വല്ലാത്ത ഇതാണ്. ഇപ്പൊ കുറച്ച് things are there. അപ്പോൾ നിങ്ങൾ നേരെ റിസർച്ച് ചെയ്ത് യു ഹാവ് ടു സ്റ്റാർട്ട് ഇൻവെസ്റ്റിംഗ് സോ ദാറ്റ് യു ക്യാൻ ഹാവ് ഫിനാൻഷ്യൽ ഫ്രീഡം. ഇതിപ്പോ എൻ്റെ കേസിൽ എങ്ങനെ അറിയോ, ഞാൻ ബാംഗ്ലൂർ പഠിച്ചിരുന്നത്. അപ്പോൾ ബാംഗ്ലൂർ വർക്ക് ചെയ്ത എനിക്ക് ആദ്യത്തെ MBA ഞാൻ ചെയ്ത സമയത്ത് 2017-18 ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അവിടെ നിന്നൊരു ഇന്റേൺഷിപ്പ് കിട്ടി, കോളേജിൽ നിന്ന് തന്നെ പ്ലേസ്ഡായിട്ട്. ചെറിയ പൈസ. അപ്പോൾ അന്ന് ഒരു 12,000-13,000 രൂപയാണ് എൻ്റെ സാലറി. ഓക്കെ, അതാണ് എൻ്റെ ആ സാലറിയിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഇന്റേൺഷിപ്പിന്. അപ്പോൾ അന്നും എനിക്ക് 18 എനിക്ക് പറഞ്ഞു തരാനൊന്നും ആക്ച്വലി ആളില്ല. മ്യൂച്വൽ ഫണ്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം അങ്ങനെയുള്ളതൊന്നും ആരും പറഞ്ഞു തരാനുണ്ടായില്ല. നമ്മുടെ ഫാമിലിയിൽ ട്രേഡ് ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ഇന്ത്യൻ മാർക്കറ്റിലെ ഓപ്ഷൻസ് ഒരുപാട് ചെയ്തിരുന്നു. നമ്മുടെ ഫാമിലിയിൽ കുറച്ച് പേര് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാനത് അറിയുന്നത്. അങ്ങനെ ഒരാൾ പറഞ്ഞു തന്നു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, നിങ്ങൾ ചെയ്ത് നോക്ക്. എന്നിട്ടും അവർക്കും ആക്ച്വലി ക്ലാരിറ്റി ഉണ്ടാകുന്നില്ല. അപ്പം നമ്മൾ ഗൂഗിൾ ചെയ്ത് റിസർച്ച് ചെയ്ത് നമ്മൾ തന്നെ കണ്ടുപിടിച്ച് ഇൻവെസ്റ്റ് ചെയ്യാണ്. പക്ഷേ അങ്ങനെ ചെയ്തു വരുമ്പോഴേക്കും 2-3 കൊല്ലം കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇടുന്ന എമൗണ്ട്സ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ നമ്മൾ എയർലി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വളരെ ലോ എമൗണ്ടിൽ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ പഠിക്കാൻ നമ്മൾ പക്ഷേ ഒരു ഏജ് എത്തി ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഒരു 50 yearsലൊക്കെ റിട്ടയർ ആണോ, ഒരു 30ലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ 40ലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു 10 കൊല്ലത്തിൽ 15 കൊല്ലത്തിൽ റിട്ടയർ ആവണം എന്നൊക്കെ പറയുകയാണെങ്കിൽ വലിയ എമൗണ്ട്സ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഞാനിപ്പോൾ എൻ്റെ പേഴ്സണലി എൻ്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അനിയന്മാരായിക്കോട്ടെ, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാരോട്ട് അവരോടൊക്കെ പറയുക ഇതുപോലെ തന്നെ സെയിം. അതായത് നിങ്ങൾ ജോലി എന്നോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു, അപ്പോൾ തന്നെ നിങ്ങളൊരു 10-20% മ്യൂച്വൽ ഫണ്ടിൽ അലൊക്കേറ്റ് ചെയ്യുക. അത് കമ്പൽസറി. അത് ഒരു പാർട്ട് ഓഫ് നിങ്ങളുടെ ഫൈനാൻസ് ആണ്. ഫൈനാൻസ് പ്ലസ് ദെയർ ഫ്യൂച്ചറിന് വേണ്ടി നിങ്ങൾ ചെയ്യുക എന്ന് മാത്രം. പിന്നെ കുറെ പേര് ചോദിക്കുന്നുണ്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റൂ. അതായത് അത് അവര് ചൂസ് ചെയ്യുന്ന പ്ലാൻ പുറത്തുണ്ട്. ചില മ്യൂച്വൽ ഫണ്ട് ഇസ് ഫിക്സഡ്, ലൈക്ക് 3 കൊല്ലത്തിൽ ലോക്കിൻ, 5 കൊല്ലത്തിൽ ലോക്കിൻ. അത് നിങ്ങൾ പ്ലാൻ ചെയ്യാം. 10% വേണമെങ്കിൽ 3% എനിക്ക് എപ്പോൾ വേണമെങ്കിൽ എടുക്കുന്ന പോലെ നിങ്ങൾ ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ടോ ഓർ സ്റ്റോക്സിൽ നോക്കിയിടാം. ബാക്കി ലോക്കിൻ ചെയ്യണം. ലോക്കിൻ വിൽ ഹെൽപ്പ് യു ടു ബി മോർ എന്താ പറയാ ഡിസിപ്ലിൻഡ്. നമ്മൾ ELSS ഫണ്ടുകളൊക്കെ ലോക്ക്ഡ് ആണ്. സോ അതിൽ ടാക്സ് സേവിങ്സ് ഉണ്ട്. സോ ELSS ഫണ്ട് ആ ഗ്രൂപ്പ് കാറ്റഗറീസ് ഇസ് വെരി ഗുഡ്. സോ നിങ്ങൾക്ക് ടാക്സും ചെയ്യാൻ പറ്റും, സേവ് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റും ജാസ്തി ചെയ്യാം. സോ ഇത് നിങ്ങൾ ലൈക്ക് ഞാൻ ഐ എം നോട്ട് വെരി ലൈസൻസ് ടു സേ ദിസ് ഓർ എനിക്ക് അതിൽ അത്ര എക്സ്പീരിയൻസ് ഇല്ല. ഞാൻ പേഴ്സണലി ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്. എൻ്റെ മാസം ഒരു 20%, 10% ഞാൻ മ്യൂച്വൽ ഫണ്ടിലും സ്റ്റോക്സിലും SIPയിൽ പോകുന്നുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് അറിയാലോ, ഇന്ത്യൻ മാർക്കറ്റിലാണ്. ഇപ്പോൾ ഫോറക്സ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നുണ്ട് കുറച്ച് റീസെൻ്റ് ആയിട്ട്. ഇന്ത്യൻ മാർക്കറ്റിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ
എൻ്റെ മോസ്റ്റ് അലോക്കേഷൻ ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ പോകുന്നത് സ്റ്റോക്സിലും, ഈവൻ സ്റ്റോക്സിലടക്കം ഇപ്പോൾ SIP ചെയ്യാം എന്നുള്ള ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. നമുക്ക് റിലയൻസ് എടുക്കുകയാണെങ്കിൽ റിലയൻസിന് എല്ലാ മാസവും എമൗണ്ടുകൾ ഇടാൻ പറ്റും. പിന്നെ ഡെയിലി SIPs ഉണ്ട്, ദാറ്റ് ഈസ് ഓൾസോ വെരി ഗുഡ്. സോ SIP ഒരു ബെനിഫിറ്റ് എന്താ പറയുക, യു ഡോണ്ട് ഹാവ് ടു സിറ്റ് ആൻഡ് ട്രേഡ് ഓർ ഡു റിസ്ക് എനിത്തിങ്. അതെ, കറക്റ്റ്. അതെനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. ലൈക്ക് എന്ത് യു ഡോണ്ട് ഹാവ് ടു അനലൈസ്, യു ഡോണ്ട് ഹാവ് ടു ഡു ഡെയിലി SIPs ഓൾസോ വെരി ഗുഡ്. ₹150 ₹200 നിങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് പോകും. ഇപ്പോൾ ഇടയ്ക്ക് ഒരു SIP ഞാൻ ചെയ്യാൻ തുടങ്ങി ഇൻ ഗോൾഡ്, ബിക്കോസ് ഗോൾഡ് ഞാൻ ട്രേഡ് എനിക്ക് വല്ലാത്ത ഇഷ്ടമായി. എനിക്ക് ലൈക്ക് അത്യാവശ്യം ഗോൾഡ് ജ്വല്ലറീസ് ഭയങ്കര ഇഷ്ടമാണ്. ചെയിൻ, ലൈക്ക് യു ക്യാൻ സീ ഐ എം വെയറിങ് ലൈക്ക് വാട്ട് എവർ. സോ ഒരു കമ്പനി ഉണ്ട്, എൻ്റെ ആപ്പിന്റെ പേര് ജാർ ആണ്. ഇറ്റ്സ് എ ബാംഗ്ലൂർ ബേസ്ഡ് സ്റ്റാർട്ടപ്പ്. സോ എവറി ഡേ ദേ ടേക്ക് മണി ഫ്രം യുവർ അക്കൗണ്ട് and they buy gold automatically and they buy gold for that particular price on every day. On averaging it out, താഴത്ത് പോലെ മുകളിൽ പോലെ ₹100 നിങ്ങൾ വാങ്ങിക്കും. So I don't know whether it's a profitable business or not, but in a way when it reaches some, see, there is no one as happy as Indian mom like when you buy gold. ഓക്കെ, പ്രോഫേംസിന് എല്ലാ പ്രോഫേമിന് ഡിഫറെന്റ് റൂൾസ് ഉണ്ടാവും, ഏതെങ്കിലും ഹിഡൻ റൂൾസ് ഉണ്ടാവും. ഓപ്പൺ ആയിട്ട് പറയാം, എനിക്ക് ഫേസ് ആയിട്ടുണ്ട്. ഓക്കെ, ചില പ്രോഫേം വെരി ട്രാൻസ്പെറന്റ്, ഞങ്ങൾക്ക് ഈ റൂൾ ഉണ്ടെന്ന് അവർ നേരെ അവരുടെ FAQ പേജിൽ നേരെ പച്ച എഴുത്തിൽ എല്ലാ സെക്ഷൻസും ഉണ്ടാവും. അത് എന്റെ തെറ്റായിരുന്നു. ഐ ഡിഡ്ന്റ് ഡു മൈ റിസർച്ച്. ഞാൻ റാൻഡം ആയിട്ട് അവർ ഓഫർ ഇട്ടു, ഞാൻ വാങ്ങിക്കാൻ പറഞ്ഞിട്ട് വാങ്ങിച്ചു, ട്രേഡ് ചെയ്തു. ലൈവ് അക്കൗണ്ടിൽ ഞാൻ $14,000 ഓവറോൾ ഉണ്ടാക്കി. എന്നിട്ട് അവർ ഞാൻ റിക്വസ്റ്റ് ചെയ്തു, അവർ പറഞ്ഞു, അവരുടെ ഒരു എവിടെയും ഇല്ലാത്ത റൂൾ എന്ന് പറഞ്ഞു, യു ഹാവ് ടു ഹോൾഡ് ഇത് ഇറ്റ്സ് ലൈക്ക് എ വെരി വിയർഡ് റൂൾ. ഓക്കെ, ഞാൻ ഒരു ലോട്ട് സൈസ് 4 ലോട്ട് എടുത്തു കഴിഞ്ഞാൽ ബാക്കി 2 ലോട്ട് ഞാൻ 2 ലോട്ട്സ് എടുത്തു. ഓക്കെ, അവർ പറഞ്ഞു യു ഹാവ് ടു യൂസ് ദ സെയിം ലോട്ട് സൈസ് കൺസിസ്റ്റന്റ്ലി, ദെൻ ഓൺലി വിൽ ഗിവ് പേയ്മെന്റ്. എൻ്റെ അത് റീസെറ്റ് ചെയ്തു.